ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് അവസാനം ഇറങ്ങിയ പുസ്തകത്തിന്റെ പ്രസക്തി അല്ലെങ്കിൽ സമൂഹത്തിലുള്ള അതിനുള്ള ധർമ്മം ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഓരോ കാലഘട്ടത്തിലും അതനുസരിച്ചുള്ള പുസ്തകങ്ങളാണ് ഞാൻ രചിക്കാറുള്ളത്. ചെറുപ്പം മുതലേ കമ്മ്യൂണിസ്റ്റ് വിരോധം എന്നത് നമ്മളെ ഒരു മുഖമുദ്ര തന്നെയാണ്. അത് എന്റേന്നല്ല എല്ലാവരും ആകേണ്ടത്. അപ്പൊ ഇന്ത്യയിൽ അവരെന്ത് ചെയ്തു, കേരളത്തിൽ എന്ത് ചെയ്തു എന്നതാണ്. കമ്മ്യൂണിസം ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ 10-35 പേജുള്ള ഒരു അധ്യായമാണ്. അതിൽ ആ കാര്യങ്ങളൊക്കെ സവിസ്തരം ബോധിച്ചത്. അപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിസം എന്നുള്ള വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വിഷയമാണ്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട വിഷയമാണ്. അത് അവസാനം ആ ബുക്കിൽ പറഞ്ഞു വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കമ്മ്യൂണിസം ഒരു രാഷ്ട്രീയമല്ല, മറിച്ച് അതിന് മതത്തിന് സമാന്തരമാണെന്നുള്ള ഒരു കാര്യം പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ വിഷയത്തിൽ അതായത് ഒരു ജീവിത പദ്ധതിയാണ് അല്ലെങ്കിൽ മതം തന്നെയാണ് കമ്മ്യൂണിസം എന്നുള്ളത് എങ്ങനെയാണ് സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്? അത് ഈ വിഷയത്തിൽ പറയുമ്പോഴേ കമ്മ്യൂണിസം എന്താണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയില്ല, കമ്മ്യൂണിസ്റ്റ് വിരോധികൾക്കും അറിയില്ല. വസ്തുത ഉള്ളതാ. അതായത് കമ്മ്യൂണിസം മതനിഷിദ്ധമാണ് എന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് പഠനമൊന്നും നടത്തേണ്ട കാര്യമില്ല. വളരെ നിസ്സാരമായൊരു പഠന. കമ്മ്യൂണിസത്തിന്റെ അതിൻ്റെ ബാലപാഠം, അതിൻ്റെ ആത്മാവ്, അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും തുറന്ന് പറയുന്ന ഒരു കാര്യമാണ്. കേരള കമ്മ്യൂണിസ്റ്റുകാരും തുറന്ന് പറയുന്ന വാദമാണ് ഭൗതികവാദം. ഭൗതികവാദം എന്ന ഒന്ന് ഇല്ലാതെ കണ്ട് കമ്മ്യൂണിസം അല്ല. അപ്പൊ കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനം ഭൗതികവാദമാണ്. ഭൗതികവാദം എന്ന് പറഞ്ഞാൽ എന്താ? പഞ്ച ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന സാധനം മാത്രമേ വസ്തുവാകൂ എന്ന പരിഗണിക്കാൻ പാടുള്ളൂ. അപ്പൊ കണ്ണുകൊണ്ട് കാണുകയോ കാതുകൊണ്ട് കേൾക്കുകയോ ഒന്നും ചെയ്യാത്ത ഒന്ന് വസ്തുവല്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹ് എന്ന് പറഞ്ഞ ആ അള്ളാഹു അത് ഈ പറഞ്ഞത് കൊണ്ട് ഒന്നും കാണാനും കേൾക്കാനും തൊടാനും ഒന്നിനും കഴിയാത്തായത് കൊണ്ട് അങ്ങനെ ഒരു സാധനമില്ല. അപ്പോൾ ദൈവം എന്നത് മനുഷ്യ സൃഷ്ടിയാണ്, അല്ലാതെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതല്ല. മനുഷ്യ സൃഷ്ടിയാണ് ദൈവം എന്നാണ്. അപ്പോ മെറ്റാഫിസിക്കലായിട്ടുള്ള അഭൗതിക വസ്തുക്കളിലൊന്നും ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റിന് വിശ്വസിക്കാൻ കഴിയൂല. ഉറപ്പായിട്ടും കഴിയില്ല. അപ്പൊ കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനം ഭൗതികവാദമാണ്. ചിലർ പറയാ അതൊക്കെ പഴയ കമ്മ്യൂണിസ്റ്റ്. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് സാക്ഷാൽ പിണറായി വിജയൻ ഇവിടുത്തെ മുഖ്യമന്ത്രി, അയാളൊന്ന് പറയട്ടെ എനിക്ക് ഭൗതികവാദം ഇല്ല. അയാൾ ഈ കമ്മ്യൂണിസത്തിന്റെ ഒരു ആസ്വാദനം അയാൾക്ക് കിട്ടിയിട്ടില്ല. അതൊന്നും വൈരുദ്ധ്യവാദമാണ്, മറ്റൊന്ന് ഭൗതികവാദമാണ്. ഈ രണ്ട് വാദത്തിലൂടെ, അതിനാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. പക്ഷെ ആശയം വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കുപ്പേഷൻ, നാട് വെട്ടിപ്പിടിക്കുക, അതവർക്ക് നടന്നിട്ടുണ്ട്. അതായത് മുസ്ലിങ്ങളെ തമ്മിൽ തെറ്റിപ്പിക്കുന്ന പരിപാടി ചൈനയിലും റഷ്യയിലും ഉണ്ടായിട്ടുണ്ട്. ചൈനയിൽ ഇന്നും സിക്കിയാങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മുസ്ലിങ്ങൾ വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വാതന്ത്ര്യം ഇല്ലാതെ നിൽക്കുകയാണ്. ഒരു സഖാവുമാണ്, പിന്നെ അതോടൊപ്പം പിന്നെ മുജാഹിദുമാണ്, രണ്ടും കൂടിയാ. അയാളെ കടിയിൽ നിന്ന് ഇത് ഇട്ടു. പ്രസംഗിക്കൽ കേൾക്കരുതെന്ന് വിചാരിച്ചു നമ്മൾ അതിനേക്കാൾ വെച്ചിട്ടാണ് പ്രസംഗിച്ചു. ഇത് പഠിച്ച ഒരാളും ഒരിക്കലും അതിനെ അനുകൂലിക്കൂല. ഞാൻ മനസ്സിലാക്കുന്ന പണ്ഡിതന്മാരെങ്കിലും കമ്മ്യൂണിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ സ്ഥാപിക്കട്ടെ, അല്ലെങ്കിൽ അനുകൂലമുള്ള ആളെ സ്ഥാപിക്കട്ടെ. ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭൗതികവാദം ഇല്ലാന്ന് സ്ഥാപിക്കട്ടെ. ഇവരെ ന്യായീകരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. സ്റ്റാലിനും ലെനിനൊക്കെ ലോകം മുഴുവൻ അവർ എഴുതി തള്ളി, ഗോർബച്ചേവ് വരെ എഴുതി തള്ളി. അപ്പോഴും കേരളത്തിൽ ഓരോരുത്തർക്കും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ചെറുതാക്കാക്കൾ. കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമുള്ള ഇസ്ലാമും കമ്മ്യൂണിസ്റ്റ് അത്രയും ആൾട്ടർനേറ്റീവാ. മൊത്തം പറഞ്ഞാൽ 17 കോടി ആളുകളെയാണ് ചൈനയിലും റഷ്യയിലും കംബോഡിയയിലും വിയറ്റ്നാമിലും കൂടിയിട്ട് കമ്മ്യൂണിസ്റ്റുകൾ വന്നിട്ടുള്ളത്. എല്ലാ രാഷ്ട്രങ്ങളിലും ഉണ്ട്, ഒരുപാടുണ്ട്. ഒന്നാമത് ഞാൻ പറഞ്ഞാൽ നമ്മളെ ആളുകൾക്ക് ഇതിന്റെ ചരിത്രം അറിയില്ല, ഇവരുടെ വസ്തുതകൾ അറിയില്ല, ഇവരുടെ ആശയം അറിയില്ല. ഇതാണ് ഇതിന്റെ പ്രശ്നം. ആത്മാർത്ഥമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി മാറാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളുടെ മതവിരുദ്ധത പറയുമ്പോൾ പലപ്പോഴും മലപ്പുറത്തെ കുട്ടികളെ കോപ്പി അടിച്ചാണ് ജയിക്കുന്നത്. അത്തരത്തിലുള്ള പല മുതിർന്ന നേതാക്കളുടെ, മുഖ്യമന്ത്രിമാരുടെ ഒക്കെ, ഇടത് മുഖ്യമന്ത്രിമാരുടെ നേതാക്കളൊക്കെ ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഒരു വർഗീയ പരാമർശങ്ങൾ മലപ്പുറത്തിനോട് അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് നടത്താറുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരുന്ന മലപ്പുറത്ത് സ്ഥാപിച്ചതാകട്ടെ, മലപ്പുറം ജില്ലയുടെ രൂപീകരണം തന്നെ ആവട്ടെ, ഇതൊക്കെ സംഭവിക്കുന്നത് LDFന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിൽ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നപ്പോഴാണല്ലോ എന്നൊരു മറുചോദ്യം അവിടെ പലപ്പോഴും ഉയരാറുണ്ട്. അത് പുസ്തകത്തെ കൃത്യമായി സമർത്ഥിക്കുന്നുണ്ട്. ആ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചുരുക്കി പറയാൻ. അതായത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഒന്നും ചെയ്തിട്ട് ഞാൻ പറയുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, 967 മുസ്ലിം ലീഗ് ഈ സപ്തകക്ഷി മുന്നണിയിൽ ഒരംഗമാണ്. അപ്പം ആ നിലക്ക് ബാഫയ്ക്ക് തങ്ങൾ തന്നെയാണ് അതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. കടുത്ത വാശി പിടിച്ചിട്ട് അങ്ങനെയാണ് ജില്ല കിട്ടിക്കുന്നത്. എന്നതുപോലെ യൂണിവേഴ്സിറ്റി തന്നെ ലീഗിന്റെ ഒരു വലിയ ശ്രമഫലമാണ്. 67 ഭരണം കൊണ്ട്, പ്രത്യേകിച്ചും CH എന്നൊക്കെ പറഞ്ഞാൽ ആ മന്ത്രിസഭയിലെ ഒരു പ്രമുഖ വ്യക്തിത്വം തന്നെ ആയിരുന്നു. അതൊരു വലിയ കാര്യം കിട്ടിയിട്ടുണ്ട്. അത് പെട്ടതാണ്, അല്ലാതെ അവർ കൊണ്ടുവന്നതല്ല, നേടിയെടുത്തതാണ്. അത് അവർ തരാൻ നിർബന്ധിതരായിരിക്കുകയാണ്.
അസ്സലാമു അലൈക്കും. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. മറ്റാരുമല്ല, ഈയിടെ പ്രകാശിതമായിട്ടുള്ള കമ്മ്യൂണിസം മതവഞ്ചനയുടെ പിന്നാമ്പുറങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവും സഞ്ചാരിയും മതപണ്ഡിതനും വിദ്യാഭ്യാസ പ്രവർത്തകൻ, അതുപോലെ ധാരാളം ശിഷ്യഗണങ്ങളുടെ ഗുരുവര്യരൊക്കെ ആയിട്ടുള്ള പ്രിയപ്പെട്ട കെ അബ്ദുൽ ഗഫൂർ അൽ ഖാസിം ഉസ്താദ് അവർകളാണ്. ഉസ്താദെ, വ്യത്യസ്ത മേഖലകളിൽ ഇടപെടുന്ന ആളാണ്. സഞ്ചാരാവട്ടെ, അല്ലെങ്കിൽ പുസ്തകരചന, അധ്യാപനം. ഇപ്പോ തന്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? അൽഹംദുലില്ലാ, കാര്യങ്ങളൊക്കെ റായത്തായിട്ട് പോകുന്നുണ്ട്. ഒന്ന് കഴിയുമ്പോൾ വേറൊന്ന്, അങ്ങനെ ഓരോ എഴുത്തുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. അപ്പോ അവസാനം ഉസ്താദിന്റെ പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ ഈ കമ്മ്യൂണിസം മതവഞ്ചനയുടെ പിന്നാമ്പുറങ്ങൾ എന്നുള്ളത്. അപ്പോ ഒരു 60ഓളം പുസ്തകങ്ങൾ രചിച്ചു കഴിഞ്ഞ, അല്ലെങ്കിൽ അത് പ്രസിദ്ധീകരിച്ച ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഈ ഒരു പുസ്തകം, നമ്മുടെ അവസാനം ഇറങ്ങിയ പുസ്തകത്തിന്റെ പ്രസക്തി, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള അതിനുള്ള ധർമ്മം, ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഓരോ കാലഘട്ടത്തിലും അതനുസരിച്ചുള്ള പുസ്തകങ്ങളാണ് ഞാൻ രചിക്കാറുള്ളത്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പുസ്തകം ഖത്തുമുൻ നുബൂവത്തും ഖാദിയാനിസും എന്നുള്ള പുസ്തകമാണ്. അതാണ് ആദ്യമായി എന്ന് പറഞ്ഞാൽ 1983-84 പ്രസിദ്ധീകൃതമായ പുസ്തകം. അതിൽ ഖാദിയാനിസം ഗണ്ണനാണ്. അതുവരെ അന്ന് അത്രയും വിശദമായി പറയുന്ന ഒരു ഖാദിയാനി ഗണ്ണന പുസ്തകം ഇറങ്ങിയിരുന്നില്ല. അന്ന് അൽഹംദുലില്ലാ എനിക്ക് ഒരുപാട് പണ്ഡിതന്മാരുടെ, നമ്മുടെ മർഹൂം എം ബഷീർ മുസ്ലിയാർ, അതുപോലെ കീഴന കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ, TM ബാപ്പു മുസ്ലിയാർ, അരീക്കൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാരുടെ പിന്തുണയും അത് എഴുതാനുള്ള സഹായങ്ങളും കിട്ടിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ളത് തന്നെ നമ്മുടെ ബഷീർ ഉസ്താദ് അവർകളാണ്. അപ്പോൾ അന്നത്തെ സാഹചര്യം അതായിരുന്നു. പിന്നെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള പുസ്തകങ്ങളാണ് ഓരോ കാലഘട്ടങ്ങളും എഴുതൽ. രണ്ടാമത് ഞാൻ കാര്യമായി എഴുതിയൊരു പുസ്തകം ശരീഅത്തും സ്ത്രീകളും എന്ന വിഷയമാണ്. ആ പുസ്തകം എഴുതാനുള്ള കാരണം 1980-കൾക്ക് ശേഷം ഷാബാനു കേസും കമ്മ്യൂണിസ്റ്റുകാരുടെ അതിനുള്ള ശക്തമായ എതിർപ്പും, അന്ന് EMSൻ്റെ പ്രസംഗം തന്നെ ശരീഅത്ത് വിരുദ്ധമായിരുന്നു. അങ്ങനെ അതിനെ അധികരിച്ചുകൊണ്ട് എഴുതിയ പുസ്തകമാണ് ശരീഅത്തും സ്ത്രീകളും. പിന്നെ സ്ത്രീ ഇസ്ലാമിൽ എന്ന് കേട്ടത് 2ാം വട്ടം വീണ്ടും പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. അപ്പോൾ അതിൽ മുസ്ലിം പെണ്ണുങ്ങളുടെ ഓരോ അവസ്ഥകളും എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്താ കമ്മ്യൂണിസത്തെ പറ്റി നിങ്ങൾ എഴുതുന്നത്, ഇതിനേക്കാളൊക്കെ വഹാബിസത്തെ പറ്റി എഴുതേണ്ടതില്ലേ? എന്നാൽ അവരോടായിട്ട് ആദ്യം ഞാൻ പറയുകയാണ്, വഹാബിസത്തെ പറ്റിയിട്ട് 6 പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. ആദ്യം അറിയാതിരുന്നതിന് നിവൃത്തില്ലല്ലോ. തലാഖ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ തലാഖ് എന്ന് പറഞ്ഞാൽ തലാഖ് 1 3 ബിതൽഖത്തിൻ വാഹിദ, അതിനെ പറ്റിയുള്ള ചർച്ച. രണ്ടാമത് മുസ്ലിം സ്ത്രീയും സലഫി ഫത്വയും, അതൊരു പുസ്തകമാണ്. അതിൽ സലഫി പണ്ഡിതന്മാർ സുന്നികൾക്ക് അനുകൂലമായി കൊടുത്ത 70 ഫത്തുകൾ ക്രോഡീകരിച്ച ഫത്താവൽ മർഅത്തിൽ മുസ്ലിമാൻ എന്ന പുസ്തകത്തിനുള്ളതാണ്. അതുപോലെ സഹാബത്തും കറാമത്തും, ശരീഅത്തും സ്ത്രീകളും, അല്ല പിന്നെ തസവുഫും തരീഖത്തും, പിന്നെ ഇങ്ങനെ ഒരുപാട് 6 7 പുസ്തകങ്ങളുണ്ട്. അതൊക്കെ അവർക്കുള്ള ഖണ്ഡനങ്ങളാണ്. ഇപ്പം മുസ്ലിം വേഷവിധാനം എന്നൊരു പുസ്തകമുണ്ട്. അതിനൊന്നും അവരാരും ഒരു മറുപടി പോലും കണ്ടിട്ടില്ല. അവർക്കൊക്കെ ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. വേഷവിധാനത്തിൽ തല മറക്കേണ്ടതിൻ്റെ അനിവാര്യതയും അതിൻ്റെ എല്ലാ തെളിവുകളും സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നതുപോലെ ഈ പുസ്തകം രചിക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നൊന്നും രചിച്ചതല്ല, വളരെ മുമ്പേ ഞാൻ രചിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതലേ കമ്മ്യൂണിസ്റ്റ് വിരോധം എന്നത് നമ്മളെ ഒരു മുഖമുദ്ര തന്നെയാണ്. അത് എന്റേന്നല്ല, എല്ലാവരും ആകേണ്ടതുണ്ട്. ശരിയാണ്. ഉസ്താദിന്റെ പുസ്തകങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോ ചുവപ്പുമായിരുന്ന ഉസ്ബെക്കിസ്ഥാൻ ആവട്ടെ, മുമ്പ് ഇപ്പൊ ഇതേ കമ്മ്യൂണിസം വിഷയം തന്നെ ഉസ്താദ് മുമ്പ് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ, അതൊക്കെ ഈ കമ്മ്യൂണിസം എന്നുള്ള വിഷയം വരുമ്പോൾ അതിനോടുള്ള ധർമ്മസമരത്തിൽ ഉസ്താദിന് പ്രത്യേകമായിട്ടുള്ള ഒരു മികവ്, അല്ലെങ്കിൽ അതിനോട് പ്രത്യേകമായിട്ട് ഉസ്താദിന്റെ ഒരു താല്പര്യം, അപ്പോ അതിന് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളെ കുറിച്ച്? അത് പല കാരണങ്ങളുണ്ട്. ഒന്നാമതൊരു കാരണം, എൻ്റെ പിതാവ് കമ്മ്യൂണിസത്തിന് എതിരെ പ്രസംഗിച്ച ആളാണ്. 1960-കളിൽ എൻ്റെ നാട്ടിൽ പ്രസംഗിക്കുകയും വളരെ വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത് എൻ്റെ പിതാവിൻ്റെ പല കുറിപ്പുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്.
ഈ പുസ്തകത്തിലൊക്കെ ഞാൻ അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ പയ്യന്നൂർ രാമന്തൽ കുറച്ചു നേരം ഓതിയിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകളുടെ ക്രൂരതകളും കമ്മ്യൂണിസ്റ്റുകാരുടെ അക്രമങ്ങളും അത് മാത്രമല്ല അവർ നശിപ്പിച്ച പള്ളികളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ട്. തലശ്ശേരി കലാപത്തിൽ അവർ നശിപ്പിച്ച പള്ളികളൊക്കെ ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട്. പയ്യന്നൂർ തന്നെ കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇപ്പം ചിലപ്പോൾ പറയും അത് RSSകാരായിരുന്നു. RSSകാരല്ല, തലശ്ശേരി കലാപത്തിൽ പള്ളി നശിപ്പിച്ച കേസ് എടുത്ത് നോക്കുമ്പോൾ കൂടുതലും സഖാക്കളായിരുന്നു. അതിൻ്റെ ഈ പുതിയ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. രണ്ടാമത് ഞാൻ ഒരു മാസക്കാലം ഒരു പള്ളിയിൽ ഇമാമായി നിന്നിട്ടുണ്ട്. കടമ്പേരി എന്നാണ് സ്ഥലത്ത്. കടമേരിയിൽ കോളേജിൽ ജോലി ചെയ്യുമ്പോൾ റമദാനിക്ക് ഇമാമത്ത് അവിടെ നിന്ന്. അവിടെ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത ഒന്നുമില്ല, ദേശാഭിമാനി ഇല്ലാത്ത പേപ്പറും കിട്ടൂല. കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രാമമാണ്. പക്ഷെ ഞാൻ അന്ന് പാർട്ടി ഗ്രാമമൊന്നും നോക്കിയില്ല. ഒരു മാസക്കാലം തറാവീൻ്റെ ശേഷം ഞാൻ പ്രസംഗിച്ച് അവസാനം പോരാൻ കാലത്തേക്ക് അവിടെ മുസ്ലിം ലീഗ് കമ്മിറ്റി ഉണ്ടായി. പിന്നെ എനിക്ക് അറിയില്ല, അവർക്ക് ഇനി അറിയില്ല. എനിക്ക് ആ നാട് കാണാനുള്ളൊരു താല്പര്യമൊക്കെ ഉണ്ട്. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അന്ന്. അപ്പോൾ അതൊരു കാരണമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ 85 മുതൽ തന്നെ ഇങ്ങനെ ഒരു പുസ്തകം എഴുതാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. 1985. അങ്ങനെ പല വിവരങ്ങളും ശേഖരിച്ച് 988 ഈ പുസ്തകം കമ്മ്യൂണിസം ഒരു വിമർശന പഠനം എന്ന രീതിയിൽ ഇറക്കുന്നത്. അന്ന് KN ഖാദർ സാഹിബ് കമ്മ്യൂണിസം വിട്ടുവന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള പല വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടിയിരുന്നു. അങ്ങനെ മൂപ്പർ തന്നെയാണ് അതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചതും ഇത് മുഴുവൻ വായിച്ച് കേട്ടതും അതിന് അവതാരിക എഴുതിയതും 988. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ പുസ്തകം ഒരുപാട് പ്രചാരം നേടുകയും അന്ന് ദാറുൽഹുദക്ക് സമീപത്ത് ഇതാക്കുന്ന അല്ലൈൻ സുന്നി സെൻ്ററിൻ്റെ SPC അവരാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. പഴയകാല ഹുദവികളൊക്കെ ആ പുസ്തകം വായിച്ചവരും അവരെ പാഠ്യപദ്ധതിയിൽ വരെ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നേരത്തെ എഴുതിയിട്ടുണ്ട്. പിന്നെ ആ പുസ്തകം ഒരുപാട് കാലമായാലും അപ്ഡേഷൻ വേണ്ടല്ലോ ഓരോ കാര്യത്തിനും. അപ്പോൾ അതിനുശേഷം ഇപ്പം ഞാൻ ഒരു 6 കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ സന്ദർശിച്ചു. അവിടെ പോയി ഉസ്ബെക്കിസ്ഥാന്, അസർബൈജാന്, ചൈന, അതേപോലെ വിയറ്റ്നാം, കംബോഡിയ. അപ്പോൾ അവിടേക്കുള്ള അക്രമങ്ങളും അവർ ചെയ്തതും നേരിൽ ഒരുപാട് കണ്ടു. നശിപ്പിച്ച പള്ളികൾ കണ്ടു. അപ്പോൾ അതിൽ നിന്നുള്ളൊരു വികാരം ഉൾക്കൊള്ളുകയും ഇതെന്തായാലും ജനങ്ങൾ അറിയിച്ചേ പറ്റൂ എന്ന ചിന്ത വരികയും ചെയ്തപ്പോൾ അതിൻ്റെ ഒരു 2ാം തവണ ആയിക്കൊണ്ടാണ്. അപ്പോൾ അന്നത്തെ പുസ്തകം 200 പേജുള്ളൂ. ഇപ്പോൾ 420 പേജുണ്ട്. അതിൻ്റെ ഇരട്ടിയിലധികം ഈ രാഷ്ട്ര സന്ദർശനങ്ങൾ, അവിടെ കണ്ട യാഥാർത്ഥ്യങ്ങളും അതോടൊപ്പം തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളെ പറ്റി. അതിൽ ആദ്യ പുസ്തകത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളെ പറ്റി പറയുന്നില്ല, മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ അവരെന്ത് ചെയ്തു, കേരളത്തിൽ എന്ത് ചെയ്തു എന്നതാണ്. കമ്മ്യൂണിസം ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ 10-35 പേജുള്ള ഒരു അധ്യായമാണ്. അതിൽ ആ കാര്യങ്ങളൊക്കെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോ കമ്മ്യൂണിസം ഒരു വിമർശന പഠനം എന്നുള്ള പുസ്തകത്തിൽ നിന്ന് ഇപ്പോ അവസാനം ഇറങ്ങിയ ബൃഹത്തായിട്ടുള്ള 400-ലധികം പേജുള്ള ഈ ഒരു പുസ്തകത്തിലേക്ക് ഉസ്താദിന് ഊർജ്ജം നൽകിയത് തീർച്ചയായിട്ടും ഇത്തരം ദൃക്സാക്ഷി അല്ലെങ്കിൽ കാഴ്ചകൾ തന്നെ. അപ്പോ നമുക്ക് ഇനി ഒരു കമ്മ്യൂണിസം എന്നുള്ള വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വിഷയമാണ്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട വിഷയമാണ്. അത് അവസാനം ആ ബുക്കിൽ പറഞ്ഞു വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കമ്മ്യൂണിസം ഒരു രാഷ്ട്രീയമല്ല, മറിച്ച് അതിന് മതത്തിന് സമാന്തരമാണെന്നുള്ള ഒരു കാര്യം പറഞ്ഞേക്കുന്നത്. അപ്പോ ഇത് ഇപ്പോഴും പലപ്പോഴും നമുക്ക് ആളുകളോട് ഈ കമ്മ്യൂണിസത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ നടത്തുന്ന ഒരു വിഷയമാണത്. അപ്പൊ ഈ വിഷയത്തിൽ, അതായത് ഒരു ജീവിത പദ്ധതിയാണ് അല്ലെങ്കിൽ മതം തന്നെയാണ് കമ്മ്യൂണിസം എന്നുള്ളത് എങ്ങനെയാണ് സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്? അത് ഈ വിഷയത്തിൽ പറയുമ്പോഴേ കമ്മ്യൂണിസം എന്താണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയില്ല, കമ്മ്യൂണിസ്റ്റ് വിരോധികൾക്കും അറിയില്ല. വസ്തുത ഉള്ളതാ. അതായത് കമ്മ്യൂണിസം മതനിഷിദ്ധമാണ് എന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് പഠനമൊന്നും നടത്തേണ്ട കാര്യമില്ല. വളരെ നിസ്സാരമായൊരു പഠനം. കമ്മ്യൂണിസത്തിൻ്റെ അതിൻ്റെ ബാലപാഠം, അതിൻ്റെ ആത്മാവ്, അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും തുറന്ന് പറയുന്ന ഒരു കാര്യമാണ്. കേരള കമ്മ്യൂണിസ്റ്റുകാരും തുറന്ന് പറയുന്ന വാദമാണ് ഭൗതികവാദം. ഭൗതികവാദം എന്ന ഒന്ന് ഇല്ലാതെ കണ്ട് കമ്മ്യൂണിസം ഇല്ല. അപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാനം ഭൗതികവാദമാണ്. ഭൗതികവാദം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന സാധനം മാത്രമേ വസ്തുവാകൂ എന്ന.
വസ്തുവായിട്ട് പരിഗണിക്കാൻ പാടുള്ളൂ. അപ്പൊ കണ്ണുകൊണ്ട് കാണുകയോ കാതുകൊണ്ട് കേൾക്കുകയോ ഒന്നും ചെയ്യാത്ത ഒന്ന് വസ്തുവല്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹ് എന്ന് പറഞ്ഞ ആ അള്ളാഹു അത് ഈ പറഞ്ഞത് കൊണ്ടൊന്നും കാണാനും കേൾക്കാനും തൊടാനും ഒന്നിനും കഴിയാത്തതായതുകൊണ്ട് അങ്ങനെ ഒരു സാധനമില്ല. അപ്പോൾ ദൈവം എന്നത് മനുഷ്യ സൃഷ്ടിയാണ്, അല്ലാതെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതല്ല, മനുഷ്യ സൃഷ്ടിയാണ് ദൈവം എന്നാണ്. അപ്പോ മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള അഭൗതിക വസ്തുക്കളിലൊന്നും ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റിന് വിശ്വസിക്കാൻ കഴിയൂല. ഉറപ്പായിട്ടും കഴിയില്ല. അതിപ്പോ ഇപ്പത്തെ നേതാക്കന്മാരും തുറന്ന് പറയുന്നുണ്ടല്ലോ. ചിലര് പറയാ അതൊക്കെ പഴയ കമ്മ്യൂണിസ്റ്റ്. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് സാക്ഷാൽ പിണറായി വിജയൻ ഇവിടുത്തെ മുഖ്യമന്ത്രി, അയാളൊന്ന് പറയട്ടെ എനിക്ക് ഭൗതികവാദം ഇല്ല. അയാൾ കഴിഞ്ഞ ഈ അസംബ്ലി അല്ല, അതിന്റെ മുമ്പത്തെ അസംബ്ലിയിൽ 2 ഇടതുപക്ഷ MLA ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മൂപ്പര് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവർ എങ്ങനെയാണ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാന്ന്? ഒരിക്കലും സാധിക്കൂല. അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ തുറന്ന് പറഞ്ഞല്ലോ ഒരു പത്രസമ്മേളനത്തിൽ, മരിക്കുന്നതിന് കുറച്ച് മുമ്പാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ ഏത് മതക്കാർക്കും അതിൽ കടന്നു വരാം, അതിന് വിരോധമല്ല. മുസ്ലിമിനും ഹിന്ദുവിനും എല്ലാവർക്കും കമ്മ്യൂണിസത്തെ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഭൗതികവാദിയായിരിക്കും, പിന്നെ മതവുമായിട്ടുള്ള. അപ്പൊ ഇതൊക്കെ ഇതുപോലെ തെളിവുകൾ ഇതിന് കൂടുതൽ കുറെ പുസ്തകം, ദാസ് ക്യാപിറ്റലിസവും അവരുടെ എല്ലാ പുസ്തകം വായിക്കൊന്നും വേണ്ട. ആകെ ഒരൊറ്റ ഈ ഭൗതികവാദം എന്ന ഒന്ന് തന്നെ കമ്മ്യൂണിസം ഇസ്ലാമെന്ന് പുറത്താണെന്നുള്ളതിന് വ്യക്തമായ തെളിവാണ്. ഇപ്പോ മാത്സ് നമ്മള് കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന മാത്സ് ആവട്ടെ, അപ്പൊ മാത്സ് പലപ്പോഴും പുസ്തകത്തിലാവട്ടെ നമ്മൾ പറയാൻ നമ്മളെ ഈ പരിസരത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് പുസ്തകങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഒരു മുസ്ലിം പക്ഷത്ത് നിന്ന് ഇറങ്ങുമ്പോ പറയാറുണ്ട് ഇതൊക്കെ ഇതിന്റെ പിന്നിലൊക്കെ മാത്സ് ആദ്യം ജൂതനായിരുന്നു. അപ്പൊ ഇതിനൊക്കെ ഒരു ജൂതരുടെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഈ കമ്മ്യൂണിസത്തിന്റെ സ്ഥാപനത്തിൽ പോലും ഉണ്ടായിട്ടുണ്ടെന്ന് പറയും. പക്ഷെ അത് നമ്മൾ എടുത്തു നോക്കുമ്പോ മാത്സ് വന്ന് പറയുന്നത് മാത്സ് ജൂതൈസം ഒഴിവാക്കി എന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു പാരഡോക്സ് അല്ലെങ്കിൽ വിരോധാഭാസം നിലയ്ക്ക് ഉണ്ട്. അതായത് ജൂതനാണ് അല്ലെങ്കിൽ ജൂതന്മാരുടെ ഒരു പ്ലാനാണ് നമ്മൾ പറയുമ്പോഴും ഇതൊരു മതത്തിനും സപ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു മതത്തിനും പിന്താങ്ങാത്ത ഒരു വെറും ഭൗതികവാദം മാത്രമായിട്ടുള്ള വസ്തുതയാണല്ലോ ഈ കമ്മ്യൂണിസം എന്നുള്ളത്. പക്ഷെ ഇനി അതങ്ങനത്തെ ഒരു വിരോധാഭാസോടെ നിലയ്ക്കും. ഇനി നമ്മൾ കമ്മ്യൂണിസം തച്ചുടച്ച മതങ്ങളാവട്ടെ അല്ലെങ്കിൽ കൂടുതൽ അക്രമത്തിന് ഇരയാക്കിയവരുടെ പട്ടിക നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിൽ ജൂതന്മാരെ കാണുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. അതായത് ക്രിസ്ത്യാനിറ്റി ആവട്ടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളൊക്കെ ധാരാളമായിട്ട് ക്രിസ്ത്യാനി പുസ്തകം വായിച്ചാൽ നമുക്ക് പറയാൻ മനസ്സിലാവും. അതായത് കൂടുതൽ നമ്മൾ അക്രമത്തിന് ഇരയായിട്ടുണ്ട്, മുസ്ലിങ്ങളോ ക്രിസ്ത്യാനിയോ ഹിന്ദുക്കളടക്കം. അപ്പോ ഇവിടെ ജൂതന്മാരെ കൂടുതലായിട്ട് ആക്രമിക്കണം നമ്മൾ കാണുന്നില്ല. അപ്പൊ ഇതിന്റെ ഈ വിരോധാഭാസത്തിന് കാരണം എന്താണ്? ഈ കാർൾ മാർക്സ് ഇതിന് രൂപം നൽകണേ 940-കൾക്ക് ശേഷമാണല്ലോ, 1840-കൾക്ക് ശേഷമാണ് അദ്ദേഹം ഇതിന് രൂപം നൽകുന്നത്. 1882 മറ്റയാൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അയാൾ ഈ കമ്മ്യൂണിസത്തിന്റെ ഒരു ആസ്വാദനം അയാൾക്ക് കിട്ടിയിട്ടില്ല. അയാൾ ജർമ്മനിയിലെ ക്ലയർ പട്ടണത്തിൽ ജനിച്ചു. അയാള് എന്താന്ന് പറഞ്ഞാൽ അങ്ങനെ ജൂതന്മാരുമായിട്ട് അങ്ങനെ കൂടിച്ചേർന്ന് അങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ പിന്നിലുള്ള എന്താന്ന് പറഞ്ഞാൽ ക്രിസ്തീയ പൗരോഹിത്യത്തിനെതിരാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം നിലകൊള്ളുന്നത്. കാരണം അയാൾ ജീവിക്കുന്ന ജർമ്മനി അല്ലെങ്കിൽ അയാൾ പിന്നീട് ജീവിച്ച ലണ്ടൻ, ഈ 2 സ്ഥലത്തും ക്രിസ്തീയ പൗരോഹിത്യമായിരുന്നു. അപ്പോൾ കമ്മ്യൂണിസം ഉണ്ടാക്കിയത് മാർക്സ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഈ 2 തിയറികൾ സംയുക്തമായിട്ടാണ് അയാൾ എടുത്തിട്ടുള്ളത്. അതൊന്ന് വൈരുദ്ധ്യവാദമാണ്, മറ്റൊന്ന് ഭൗതികവാദമാണ്. ഈ 2 വാദത്തിലൂടെ, അതിനാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. അങ്ങനെ ഇയാളൊരു ദർശനം ഉണ്ടാക്കി എന്നല്ലാതെ അയാളുടെ ജീവിതകാലത്തിൽ ഇതൊരു ആദർശമായിട്ടേ നിലനിൽക്കുന്നുള്ളൂ. അതും തന്നെ മാർക്സിൻ്റെ സംഭാവനയല്ല. ഒരുപാട് ദാർശനികന്മാരുടെ റോബർട്ട് ഓൺ, ഇങ്ങനെയുള്ള സാൻ സൈമൺ, ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ ആദർശങ്ങൾ കടമെടുത്തുകൊണ്ട് അയാൾ ഉണ്ടാക്കിയ ഒന്നാണ്. അപ്പം അയാളപ്പോൾ അതിനൊരു കുറ്റപ്പെടുത്തിക്കൂടാ. കാരണം അയാൾക്ക് ഇസ്ലാമിനെ പറ്റിയൊന്നും കൂടുതൽ അറിയില്ല. അയാൾക്ക് അറിയുന്നത് ക്രിസ്തു മതമാണ്. ക്രിസ്ത്യാനിസത്തിലെ പോരായ്മകളാണ് അയാൾ തുറന്നു കാണിക്കുന്നത്. പിന്നെ അയാൾ മരണപ്പെട്ടതിന് ശേഷമാണ് ഇതിൻ്റെ പ്രചാരണം നടക്കുന്നത്. 1917 ബൾഷവിക് വിപ്ലവത്തോടു കൂടെയാണ് ഇത് ലോകത്ത് അറിയപ്പെടാൻ തുടങ്ങുന്നത്. ആ ബൾഷവിക് വിപ്ലവത്തിന് ഈ ജൂതന്മാരുടെ വളരെയധികം സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ സോവിയറ്റ് റഷ്യയിൽ ധാരാളം ജൂതന്മാരുണ്ട്.
അപ്പോൾ ആ ജൂതന്മാരെന്ന് മാത്രമല്ല, പിൽക്കാലത്തിൻ്റെ പുസ്തകത്തിൽ തുറന്ന് പറയുന്നുണ്ട്, പിൽക്കാലത്ത് ഭരണാധികാരികളായ ഒരുപാട് ആളുകൾ, അവരെ റെവല്യൂഷണറി കൗൺസിൽ ഉണ്ടായിരുന്ന, പോളിറ്റി ബ്യൂറോയിൽ ഉണ്ടായിരുന്ന, ഇത് മുഴുവൻ ഭൂരിഭാഗം ആളും ജൂതന്മാർ. അതെല്ലാം എന്ന് അവർ പറയട്ടെ. അപ്പോൾ ആ രീതിയിൽ പിന്നെ അവരത് എടുത്തു പിടിച്ചു. രണ്ടാമത് ജൂതന്മാരുടെ ഒരു തീവ്ര സംഘടന ഉണ്ട്, സിയോണിസം. ആ സിയോണിസത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ബോൾഷെവിക് വിപ്ലവം. അവർ സിയോൺ കുന്നിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് സിയോണിസം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ 3 ലക്ഷ്യമായിരുന്നു. ഒന്ന് ബോൾഷെവിക് വിപ്ലവം, 2 ഫലസ്തീൻ വിമോചനം, 3 വിശാലമായ ഒരു ഇസ്രായേൽ രാഷ്ട്രം, നെയിൽ മുതൽ ഫുറാത്ത് വരെ വീണ്ടും കിടക്കുന്ന. അപ്പോൾ അതിനുള്ള ശ്രമമാണ് പോലും നടത്തിക്കൊണ്ടിരിക്കുന്നത്, വാഗ്ദത്ത ഭൂമി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊക്കെ അവരുടെ ആ ശ്രമങ്ങൾ നന്നായിട്ട് നടന്നിട്ടുണ്ട്. അപ്പം ജൂതന്മാർക്ക് ഇതിൽ പങ്കുണ്ട്. പക്ഷേ ഈ കാറൽ മാർക്സ് അത് തുടങ്ങുമ്പോൾ അങ്ങനെ ജൂത ലോബി എന്നുള്ള നിലക്കാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ പറയുക, അന്ന് അത്രത്തോളം ഇതുപോലുള്ള കണക്ഷനുകളോ ബന്ധങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണല്ലോ. മാക്സിന് അത്രത്തോളം താല്പര്യം അതും സാധ്യതയില്ല. പക്ഷെ അയാൾ ഉദ്ദേശമായിരുന്നല്ലോ പിന്നീട് നടന്നത്. അയാളെ കാലത്ത് വെറും ഒരു വീട്ടിലെ പശു എന്ന് പറഞ്ഞ മാതിരിയിട്ടുള്ള ഒരു ആശയമായിരുന്നല്ലോ. ആ ആശയം പിന്നെ ലോകത്ത് ബലാത്കാരമായി ആകെ പ്രചരിപ്പിക്കല്ലേ ചെയ്തത്. ഉസ്താദ് പുസ്തകത്തിൽ കൂടുതൽ വലിയൊരു സിംഹ ഭാഗത്ത് പറയുന്ന ഒരു സംഭവം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റിൽ അവസരവാദികളാണ് എന്നുള്ളത് സത്യം. അതായത് കമ്മ്യൂണിസ്റ്റ് അതിന്റെ സ്ഥാപനം മുതൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ഇവല്യൂഷൻ അല്ലെങ്കിൽ ഒരു പരിണാമം, അതിനപ്പുറത്തേക്ക് മറ്റ് സംഘടനകൾ വ്യത്യസ്ത ഇവര് നന്നായിട്ട് ആശയങ്ങൾ തന്നെ മാറ്റത്തിരുത്തുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ നിലപാടുകളിൽ മാറ്റം, മുസ്ലിം ഏരിയകളിലേക്ക് വരുമ്പോൾ മതത്തിനോട് ഇഴുകി ചേർന്നിട്ടുള്ള ഒരു നിലപാട്. അപ്പോ ഇതൊക്കെ സംഭവിക്കാനുള്ള ഒരു കാര്യം അവരുടെ ആശയം വളർത്തുക എന്നത് മാത്രമാണോ, അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിസത്തിന്റെ ഒരു ന്യൂനത ആണോ ഇത്? അല്ല, അതായത് അവർക്ക് തന്നെ അവർ ആശയം വളർത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ആശയം വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കുപ്പേഷൻ, നാട് വെട്ടിപ്പിടിക്കുക, അതവർക്ക് നടന്നിട്ടുണ്ട്. അതായത് മുസ്ലിങ്ങളെ തമ്മിൽ തെറ്റിപ്പിക്കുന്ന പരിപാടി ചൈനയിലും റഷ്യയിലും ഉണ്ടായിട്ടുണ്ട്. റഷ്യയിൽ എന്താന്ന് പറഞ്ഞാൽ അന്ന് സാർ ചക്രവർത്തിമാരാണ് ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ സാർ ചക്രവർത്തിമാർ ഭരണം നടത്തുന്ന കാലത്ത് തന്നെ മുസ്ലിങ്ങളെ ഒരുപാട് പള്ളികളും ഒരുപാട് മദ്രസകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾക്കൊക്കെ അത് വീണ്ടെടുത്ത് തരും. അങ്ങനെയാണ് 917 ബൾഷെവിക് വിപ്ലവത്തിൽ മുസ്ലിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുസ്ലിങ്ങളിൽ വിഭാഗം, പ്രത്യേകിച്ച് ഒരു സൂഫി വിഭാഗം, അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരിച്ചു തരും. രണ്ടാമത് അവരുടെ വികാരപരമായ മറ്റൊരു കാഴ്ചപ്പാടിലേക്ക് കൂടി ഇറക്കി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുസ്ഹഫ് സാർ ചക്രവർത്തിമാരുടെ കൊട്ടാരത്തിലുണ്ട്, അത് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു തരുന്നു. അത് സംഭവം ശരി തന്നെയാണ്. അതായത് താർത്താരിയുടെ കയ്യിലുള്ളതായിരുന്നു. താർത്താരികളിൽ നിന്ന് സാർ ചക്രവർത്തിമാരുടെ കയ്യിൽ കിട്ടി. ആ മുസ്ഹഫ് ഇന്നിപ്പോൾ താഷ്കൻഡിലെ ഒരു ലൈബ്രറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി പറഞ്ഞുകൊണ്ടാണ് ആളുകളെ വികാരം കൊള്ളിച്ച് 917 അങ്ങനെ ബൾഷെവിക് വിപ്ലവത്തോട് അധികാരത്തിലേറി 930 അവസ്ഥകളാകെ മാറി. മുസ്ലിം നാടുകളൊക്കെ വെട്ടിപ്പിടിച്ച്, പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ, ആദർബൈജാൻ, കൗക്കാസ്, ഇതൊക്കെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഇപ്പോഴും ഈ ജാതി പ്രവർത്തനങ്ങളൊക്കെ നടത്തി. 930 മുതൽ 980 വരെ ശക്തമായ മതവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ട് ഇന്നും ഒരു കാലഘട്ടത്തിൽ 960കളിൽ അതിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരു സെൻസസ് നടത്തി നോക്കുമ്പോൾ അന്ന് 60% ആളുകളും ഞങ്ങൾ ഏത്തിസ്റ്റുകളാണ് എന്ന് പറയാനാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഇന്നിപ്പോൾ അവിടെ ആകെ മാറി. ഇന്നിപ്പോൾ 80% ആളുകളും ഇസ്ലാം എന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മതബോധം വളർന്നു. അത് ഞാൻ പല യാത്രകൾ നടത്തി, ഓരോ യാത്രകളിലും നിസ്കരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. താഷ്കൻഡിന് മുമ്പൊരിക്കൽ പള്ളിയിൽ നിസ്കരിച്ച വളരെ കുറഞ്ഞ ആളുകൾ, കുറച്ച് ചെറുപ്പക്കാരുള്ളൂ. തന്താൻ നിസ്കരിക്കാണ്ടാവില്ല അവിടെ, അവർക്കില്ല, അവർക്ക് നിസ്കാരം ഇല്ലാത്തതുകൊണ്ട് ഒന്നും അറിയില്ല. ജുമാക്ക് പോലും പോകാത്ത ആൾക്കാരാണ് വയോവൃദ്ധന്മാർ. അവിടെ പള്ളിയിലൊക്കെ കാണും ചെറുപ്പക്കാരാ. അത് കാരണം എന്താണ്, 970-കൾക്ക് ശേഷം വളർന്നുണ്ടായ ആളുകൾക്ക് കുറച്ച്, പ്രത്യേകിച്ചും 90-കൾക്ക് ശേഷം, 970-കൾക്ക് ശേഷം തന്നെ കുറച്ചൊക്കെ അതിൻ്റെ വലിയ ഗൗരവം പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് മതവിദ്യാഭ്യാസവും കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ 30 മുതൽ 70 വരെ ഒരു വിദ്യാഭ്യാസം, ഒരു മതവിദ്യാഭ്യാസം ഇല്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ വയസ്സന്മാർ അല്ലെങ്കിൽ ഉള്ള ആളുകളൊക്കെ ഒന്നും ഇല്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് മതബോധമില്ല, ഓലെ അവസ്ഥകൾ തന്നെ ആകെ മാറിയിരിക്കുകയാണ്. ബാല്യകാലത്ത് ഒന്നും കിട്ടാതായി പോയി. പിന്നെ ഉസ്താദിന്റെ പുസ്തകത്തിൽ നമ്മൾ വളരെ കണ്ട കൗതുകമായിട്ടുള്ള കാര്യമാണ്, അഫ്ഗാനിസ്ഥാനിൽ നടക്കുമ്പോൾ, അഫ്ഗാനിസ്ഥാനിൽ ഈ സോഷ്യലിസ്റ്റുകൾക്കെതിരെ വിപ്ലവം നടക്കുന്ന സമയത്ത് ചില കറാമത്തുകൾ സംഭവിച്ചു. അത് ഈ അടുത്ത കാലഘട്ടത്തിലാണ് നടക്കുന്നത്. അപ്പോ ഒരു ഹിഫ്ള് പഠിക്കുന്ന കുട്ടിയുടെ അനുഭവ ഉസ്താദിനെ ഉത്തരം അതിലെഴുതുന്നു. അപ്പോ അതെങ്ങനെയാണ് ഉസ്താദ് അറിഞ്ഞത്? ഉസ്താദ് അവിടെ പോയി അനുഭവിക്കണോ അല്ലെങ്കിൽ അതിങ്ങനെ കേട്ടറിയാം? അത് ഞാൻ അന്ന് റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമിന്റെ മാഗസിൻ എടുത്തെഴുതിയതാ.
അത് ഞാൻ ആ ഭാഗങ്ങളൊക്കെ അന്ന് ലീഗ് ടൈംസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ലീഗ് ടൈംസ് പറഞ്ഞിട്ട് പേപ്പർ ഉണ്ടായിരുന്നല്ലോ അന്ന്. അത് ഈ പറഞ്ഞ ശങ്കരടികളെ പടയോട്ടം എന്നൊക്കെ പറഞ്ഞു കണ്ട് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ കിട്ടിയത് ഒരുപാട് ഈ പുസ്തകം ഒരുപാട് സംഭവത്തിൽ നിന്ന് ശേഖരിച്ചതാണ്. ഒരുപാട് കാലത്തെ ശ്രമങ്ങളുണ്ട്. ഇപ്പോ ഈ ഒരു കഥകളി അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കമ്മ്യൂണിസത്തിനെ കുറിച്ചുള്ള അതായത് അവരുടെ പോരാട്ടം ഇപ്പൊ നമ്മൾ സ്വാതന്ത്ര്യ സമരത്ത് നമ്മൾ ഇത്ര കൊട്ടി ഘോഷിച്ച് ഇവിടെ നമ്മൾ ഇപ്പോഴും നമ്മൾ അനുസ്മരിക്കാറുണ്ട്. ഇപ്പൊ ഇത്തരത്തിൽ അപ്പൊ അഫ്ഗാൻ ആവട്ടെ അവിടെയൊക്കെ പോകുമ്പോ അവര് കമ്മ്യൂണിസത്തിനെതിരെ ചെയ്ത കാര്യങ്ങളെ അഭിമാനപൂർവ്വം പറയുന്ന ഒരു സമൂഹമാണ് അവിടെ ഉള്ളത്. അതല്ല, അതായത് ഇപ്പൊ കമ്മ്യൂണിസം പോയി എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോഴും ഇപ്പോ ഉസ്ബെക്കിസ്ഥാനാണ് ഇസ്ലാമികമായിട്ട് വളരെ ഉയർത്തെഴുന്നേറ്റ നാട്. പക്ഷെ അവിടെ 991 സ്വാതന്ത്ര്യം കിട്ടിയത്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവിടെ പ്രസിഡന്റായത് കരീമോവ് പറഞ്ഞ ആളാണ്. അയാൾ ശുദ്ധ കമ്മ്യൂണിസ്റ്റായിരുന്നു. പിന്നെ അയാളെ ഭരണശേഷം അയാളെ മകൻ ഇൽഹാമോ ആരാണ്, അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷെ ഇപ്പോൾ എന്തായി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മനം ഇങ്ങനെ ആയപ്പോൾ ഇപ്പോൾ ധാരാളം പള്ളികൾ ഉണ്ടാക്കുന്നുണ്ട്. ഉള്ളത് നമ്മൾ ഇല്ലാന്ന് പറയാൻ പറ്റുമല്ലോ. താഷ്കൻഡിൽ ഒരു പള്ളിയുണ്ട്, അത് ഈ കരീമോവിൻ്റെ പേരില്ല. പേരിൽ പള്ളിയുണ്ട്, കമ്മ്യൂണിസ്റ്റായ കരീമോവിന്റെ പേരിൽ. അതേപോലെ ആദർബൈജാനില് അയാൾ ഹൈദർ അലി എന്നാളെ പേര്, ഹൈദർ അലിയോവ്, ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരനാണ്. എന്ന് പറഞ്ഞാൽ അയാൾ ഇവിടെ പോളിറ്റ് ബ്യൂറോയിൽ വരെ ഉണ്ടായിരുന്ന ആളാണ്. ഒരു മുസ്ലിം ആയിട്ടുള്ള ആളാണ് ഈ ഹൈദർ അലിയോവ്, പേരുള്ള ഒരാള്. അങ്ങനെ അയാള് ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ്ക്കും ഗോർബച്ചേവ് കൊണ്ടുവന്നപ്പോ അതിനെ എതിർത്ത് നിന്ന ഒരാളാണ് ഗോർബച്ചേവിന്റെ കാലത്ത്. ആ കാലത്ത് അങ്ങനെ പിന്നെ അയാൾക്ക് ഇവിടുത്തെ സ്ഥാനം പോയി ഗോർബച്ചേവിനെ എതിർത്തിട്ട്. പക്ഷെ പിന്നെ 90-ന്റെ ശേഷം അവിടെ ആളില്ലാതെ ആളുകളും പ്രശ്നം വരികയൊക്കെ ചെയ്തപ്പോൾ ഈ ഹൈദർലിയോവിനെ തിരിച്ചൊക്കെ എൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഇന്ന് ആദർബൈജാനിലെ ബാക്കുവിലെ ഏറ്റവും വലിയ പള്ളി ഹൈദർലിയോവിൻ്റെ പേരിലുള്ള പള്ളിയാണ്. ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗൈഡ് എന്നോട് ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇയാളൊരു ഏത്തിസ്റ്റ് അല്ല, അയാളെ പേരിൽ എന്തിനാണ് പള്ളി എന്ന് ചോദിച്ചപ്പോൾ അപ്പം പറയാം ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു. അതായത് ഇതൊക്കെ ഇവിടെ എപ്പോഴും അറസ്റ്റ് ചെയ്യേണ്ട കാരണങ്ങളാണ്. ഇല്ല ഇപ്പോഴും കുറ്റം പറയാൻ പറ്റൂല. ഇവര് സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോഴും ശരിക്കും അടിമത്താണ്. ഇപ്പോഴും ആ പഴയതിന്റെ ഒരു ആവർത്തനം ഇവിടെ. പക്ഷെ ഇപ്പൊ എന്താന്ന് പറഞ്ഞാല് മതപരമായ ആവേശത്തിന് തകരാറില്ല എന്നുള്ളൊരു അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ട്. മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അത് യാതൊരു നമുക്ക് ഒരുപാട് മദ്രസകൾ തുറന്നിട്ടുണ്ട്. അതുപോലെ പൂട്ടിയിട്ട ഒരുപാട് പള്ളികൾ, ആ പള്ളിന്റെ പേര് വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ തുറന്നിട്ടുണ്ട്. ഇപ്പോഴും പൂട്ടി കിടക്കുന്ന പള്ളികൾ ഇന്നുണ്ട്. ഒരുപാട് പള്ളികൾ മ്യൂസിയങ്ങളാണ്. കാർപ്പറ്റ് മ്യൂസിയം, കാർപ്പൻട്രി മ്യൂസിയം, സെറാമിക് മ്യൂസിയം, ഇങ്ങനെയുള്ള ഒരുപാട് മ്യൂസിയങ്ങളാണ് അവിടെ ഈ പള്ളികൾ. അതിപ്പോൾ ഇന്നും നമുക്ക് കാണാം. മിഹ്റാബ് ഉണ്ടാവും, എല്ലാ സംഗതിയും ഉണ്ടാവും. പക്ഷേ കാർപ്പറ്റ് മ്യൂസിയം. അതുപോലെ ചില ഉസ്ബെക്കിസ്ഥാനിലൊക്കെ ഒരുപാട് ഖൽവത്ത് ഗാഹുകളുണ്ട്. അതായത് സൂഫികളുടെ മജന മണ്ഡപം ഉണ്ടാക്കി ഓരോ ചെറിയ ചെറിയ അറകളൊക്കെ ആക്കിയിട്ട് ഇന്നും അതുണ്ട്. അതൊക്കെ ഒരു കാഴ്ച വസ്തുവാക്കി മാറ്റിയിരിക്കുകയാണെങ്കിൽ അടിയിലൊക്കെ ഒരു കാർപ്പറ്റ് മ്യൂസിയം. മുകളിൽ ചെന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരേ ചെറിയ ചെറിയ അറകൾ. അപ്പോൾ സൂഫിയാക്കൾക്ക് ഇരിക്കാനുള്ളതാണ്. ഖൽവത്ത് ഗാഹുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലം ഇസ്ലാമിന്റെ കാലത്ത് എത്രത്തോളം പ്രൗഢി ഉറപ്പല്ലേ. എല്ലാ മുഹദ്ദിസീങ്ങളും നാടുപതല്ലേ. മുഹദ്ദിസീങ്ങൾ മാത്രമല്ല, ഒരുപാട് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ഹിജ്റ 2-ാം നൂറ്റാണ്ട് മുതൽ ഈ കമ്മ്യൂണിസ്റ്റുകൾ കിട്ടുന്നതിൻ്റെ കുറച്ച് മുമ്പ് തന്നെ പോയിക്കുന്നുണ്ട്. നമ്മളങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ പെരടിയിൽ മാത്രം ഇട്ടിട്ട് കാര്യമില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് കിട്ടുന്നതിൻ്റെ ഒരു 1.5 നൂറ്റാണ്ട് മുമ്പ് തന്നെ സാർ ചക്രവർത്തിമാരുടെ കയ്യിലായിട്ട് അപ്പം തന്നെ മുസ്ലിങ്ങൾ പീഡനം അനുഭവിക്കാൻ തുടങ്ങിയിരുന്നു. അതേപോലെ തന്നെ ചൈനയിൽ നമ്മൾ നല്ല യുദ്ധത്തിലായിരുന്നു. അവിടെ പല ഭരണകൂടത്തിൽ അതിൻ്റെ ഇടയിൽ മാഞ്ചു ഭരണം വന്നു. ആ മാഞ്ചു ഭരണത്തോടുകൂടെ മുസ്ലിങ്ങൾ വളരെ അധപതനത്തിലാവും, വളരെ പ്രയാസപ്പെടുകയൊക്കെ ചെയ്ത്. ആ മാഞ്ചു ഭരണത്തിൽ നിന്ന് മോചിതമായി സന്യാസം വന്ന് കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി ഒരു ചെറിയൊരു ആശ്വാസം കൊള്ളുമ്പോഴാണ് മാവോ പിന്നെ വരുന്നത് 945. മാവോ വന്നതോടുകൂടെ ഈ 945 മുതൽ 970 വരെയുള്ള കാലഘട്ടം മുസ്ലിങ്ങളുടെ നരകാണ്. ഇന്നും മാറ്റമില്ല. ചൈനയിൽ ഇന്നും സിക്കിയാങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മുസ്ലിങ്ങൾ വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വാതന്ത്ര്യം ഇല്ലാതെ നിൽക്കുകയാണ് സിക്കിയാങ്ങിൽ. അതേസമയത്ത് കോങ്സോ അതേപോലെ പീജിങ് തുടങ്ങിയ സ്ഥലങ്ങളിലൊന്നും അങ്ങനെ മുസ്ലിങ്ങളൊന്നും വിഷമം അനുഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു മതസ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കുറവുണ്ട്. അതിപ്പോൾ പല നാട്ടിലുണ്ടാവും. അത് നമ്മൾ കമ്മ്യൂണിസ്റ്റ് നാട് മാത്രം പറഞ്ഞാൽ പറ്റില്ല. പല നാടുകളും നമ്മുടെ അറബി നാടുകളിൽ പോലും തന്നെ ചിലപ്പോൾ നമ്മൾക്ക് ഉദ്ദേശമായി സ്വാതന്ത്ര്യം കിട്ടുമോ എന്ന മാതിരിയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുന്നല്ലാതെ ആരാധനാദി കർമ്മങ്ങൾ കൊണ്ടുവരണീന്ന് ഇപ്പം ഇന്ന് ചൈനയിലും തന്നെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ സ്ഥലങ്ങളിൽ പ്രശ്നമില്ല. കോങ്സോയിൽ പ്രശ്നമില്ല. അതുപോലെ
മറ്റേ ബീജിങ്ങിൽ പ്രശ്നമില്ല, അങ്ങനെയുള്ള മറ്റൊരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെ ഒന്നും വലിയ പ്രശ്നങ്ങളില്ല. പ്രശ്നമുള്ളത് സിക്കിയാങ്ങിലാണ്. ഈ സിക്കിയാങ് എന്ന് പറഞ്ഞാൽ തുർക്കിസ്ഥാൻ ഷർത്തിയ, പഴയകാല തുർക്കിസ്ഥാനാണ്. അവിടെ ഫുള്ള് മുസ്ലിംസാണ്. അപ്പൊ അവിടെ ഇന്ന് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക വളരെ പീഡനാണ്. ന്യൂനപക്ഷമുള്ളവർക്ക് വലിയ പ്രശ്നം അല്ല അവര് കാരണം അങ്ങനെ ഒതുങ്ങി നിൽക്കും. അതുകൊണ്ട് ഇപ്പൊ ബീജിങ്ങിലൊക്കെ നമ്മൾ ഒരുപാട് പള്ളികളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നിസ്കാരം നടക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടുള്ളതായിട്ടൊന്നും അവരുത്തുകാരും നമുക്ക് അറിഞ്ഞിട്ടില്ല. പ്രശ്നമുള്ളത് അവർക്ക് ഇപ്പോൾ പോകാൻ തന്നെ പറ്റൂല, സിക്കിയാങ്ങൾക്ക് പോകാൻ തന്നെ പറ്റൂല. അപ്പൊ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ മതത്തിന്റെ വളർച്ച തന്നെയാണ് ഒരു ഭയക്കുന്നത്. അതാണ് അത് തന്നെയാണ്. അപ്പൊ ഇത് ആത്മാവ് കളഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടിയിലേക്ക് ഇപ്പൊ വിരോധമൊന്നുമില്ല. അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആസർബൈജാനിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആസർബൈജാനിൽ എന്താന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞത് അവിടെ പല കാരണങ്ങളെ കൊണ്ട് ഇല്ലാതെയായിട്ടുണ്ട്. നല്ലൊരു ശതമാനം ഷിയാക്കളാണ്. ആ ഷിയാക്കളിൽ തന്നെ ഖറാമിത്ത എന്ന് പറയുന്ന തീവ്രവാദി ഗ്രൂപ്പാണ് അവിടെ ഉള്ളത്. അതായിരുന്നു. ഇപ്പൊ പിന്നെ ഒന്നുമില്ല. ഇപ്പൊ ഷിയാക്കളെ പള്ളിയും സുന്നിയാളെ പള്ളിയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ ഇറാഖിലൊക്കെ ഇപ്പൊ നമ്മള് ഷിയാക്കളെ പള്ളി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ജീവൻ പോയി തരും. പക്ഷെ ഇവിടെ അല്ല, സുന്നി പള്ളിയിൽ തന്നെ കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. ആളുകൾക്ക് മതബോധം കുറഞ്ഞു. അതാണ്. അപ്പൊ അവർക്ക് നേരത്തെ തന്നെ ഹിജ്റ 2-ാം നൂറ്റാണ്ട് മുതൽ തന്നെ മതബോധം കുറഞ്ഞു വന്നിട്ടുണ്ട്. അതിപ്പോ ഇന്നും വലിയ ഇവിടെ ഉള്ളത് മാതിരിയുള്ള വലിയൊരു മാറ്റങ്ങൾ, ഉസ്ബെക്കിസ്ഥാനിലുള്ളത് മാതിരിയുള്ള മാറ്റം ഇവിടെ ഇല്ല. പിന്നെ ഈ ഒരു നമ്മള് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നടന്ന പീഡനങ്ങളുടെ അല്ലെങ്കിൽ കൂട്ടക്കുരുതികളുടെ കഥയൊക്കെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ഡാറ്റകൾ നമ്മൾ കാണുമ്പോൾ മാത്രം നമ്മളൊരു ധാരണ ഉണ്ട്. അതായത് ധാരണകൾ രൂപപ്പെടുന്നത് പലപ്പോഴും മാധ്യമങ്ങൾ വഴി പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ ലോകം അറിയുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ധാരണ ഉണ്ടാവുന്നത്. അല്ലാതെ ഇപ്പൊ ഉസ്താനെ പോലെ അല്ലെങ്കിൽ അവിടെ പോയി കണ്ടുവരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ച ആളുകൾക്ക് മാത്രമാണ് അവിടുത്തെ പീഡനങ്ങളെ കുറിച്ച് അറിയുന്നത്. അപ്പോ നമ്മൾ ഈ മാവോയിഡ് ആവട്ടെ അല്ലെങ്കിൽ മറ്റു മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മറ്റു മതസ്ഥർക്കെതിരെ ഇവര് നടത്തിയ സോഷ്യലിസ്റ്റ് ഭീകരതകൾ എടുത്ത് വായിക്കുമ്പോൾ അത് വേണ്ട വിധത്തിൽ ആളുകളിലേക്ക് അതിന്റെ ഭീകരതകളിൽ അല്ലെങ്കിൽ അവർ ചെയ്ത അവരുടെ അക്രമങ്ങൾ എത്തിയിട്ടില്ല എന്ന് തോന്നാറുണ്ട്. ഇപ്പൊ മറ്റ് രാഷ്ട്രങ്ങൾ പലപ്പോഴും ചെറിയ ആക്രമണം ഉണ്ടാകുമ്പോഴേക്ക് നമ്മളിവിടെ അറിയും. അപ്പൊ അതിനെതിരെ നമ്മളിവിടെ പ്രൊട്ടസ്റ്റുകൾ സമരങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഇത് പുറത്തെത്താതെ ഇവര് നോക്കുന്ന ഒരു ഇത് നമുക്ക് പ്രവണത നമ്മൾ കാണാറുണ്ട്. ഇതിനുള്ള കാരണം എന്താ? അതിനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ അവിടെ ആകെ ഒരു പത്രമേ ഉള്ളൂ ഗവൺമെന്റ് അധീനതയിലുള്ള. അത് ഗവൺമെന്റ് സെൻസസ് അനുസരിച്ച് പുറത്തിറങ്ങുള്ളൂ. ഇവരെ ഈ 90 വരെയുള്ള കാലഘട്ടം ഞാൻ പറഞ്ഞു, 1990 വരെയുള്ള കാലഘട്ടം ഒരു ഏജൻസി, അല്ല ടാസ് എന്ന് പറഞ്ഞൊരു ഏജൻസിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അനിഷ്ടകരമായ ഒരു സംഗതി ഇരുമ്പ് മറയാണ്, ഒന്നും പുറത്തറിയില്ല. പല കാര്യങ്ങളും പുറത്തിറങ്ങിയ പിൽക്കാലത്താണ്. ഇന്നിപ്പോൾ ഒരു ഷഹീദ് പാർക്കുണ്ട് താഷ്കൻഡിൽ. ഈ ഷഹീദ് പാർക്ക് യഥാർത്ഥത്തിൽ ഒരുപാട് ആളുകളെ കൊന്ന് അവരെ ശവങ്ങൾ അവിടെ ഇട്ടേക്കാം, മയ്യത്ത് അവിടെ ഇട്ടേക്കാണ്. അതിൽ വലിയ വലിയ ആലിമികളും പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ അവരൊക്കെ വിമതന്മാരാണ് എന്നാ പ്രഖ്യാപിച്ചത് രാഷ്ട്രത്തിൻ്റെ. പക്ഷെ പിൽക്കാലത്ത് തിരിച്ചേരി അവരൊക്കെ രാഷ്ട്രത്തിൻ്റെ ആൾക്കാരാണ്. ഇന്ന് പോലും ശുഹദാക്കളാണ്. ഷഹീദ് പാർക്ക് എന്ന് പേരിട്ട് അവിടെ വെച്ചുകൊണ്ടാണ് അവിടുത്തെ സ്വാതന്ത്ര്യദിനമൊക്കെ തുടങ്ങൽ. സ്വാതന്ത്ര്യം തുടങ്ങുമ്പോൾ ആദ്യം ഖുർആൻ ഓതും. അപ്പം അങ്ങനെയാണ്, ഖുർആനൊക്കെ ഓതി അങ്ങനെ വലിയ കാര്യത്തിൽ. അപ്പോൾ ഓല് വിമതന്മാരായിട്ട് കൊന്ന ആൾക്കാരാണ് ഇപ്പം ഇന്ന് ഷഹീദ് പാർക്കായി മാറിയ സ്ഥലം. അപ്പം അങ്ങനെ വലിയ മാറ്റങ്ങളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മതത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്കൊക്കെ ആലോചിച്ചാൽ അറിയുന്ന ഒരു കാര്യമുണ്ട്. ഈ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും 950 മുതൽക്ക് 980 വരെ ഒരു മനുഷ്യനെ ഹജ്ജിന് വന്നിട്ടില്ല. നോക്കണം, നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത്. ഒരു രാഷ്ട്രത്തിൽ നിന്ന് വന്നിട്ടില്ല. അങ്ങനെ അവസാനം 80കളിലാണ് ചൈനക്കാർ എങ്ങനെയൊക്കെയോ വളഞ്ഞു തിരിഞ്ഞ് ഡിപ്ലോമാറ്റിക്കൽ ബന്ധമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ഹജ്ജ് നിർവഹിച്ച്. ഇന്നിപ്പോൾ അതൊക്കെ തുറന്നു വിട്ടതോടുകൂടെ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് മാത്രം 10,000 ആൾക്കാർ കൊല്ലം തോറും ഹജ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കണം നിങ്ങൾ, നിഷേധിക്കാൻ. അപ്പോൾ 10,000 ആൾക്കാരാണ് കഴിഞ്ഞ പ്രാവശ്യം ഉസ്ബെക്കിസ്ഥാനിൽ ഹജ്ജിന് വന്നിരിക്കുന്നത്. അങ്ങനെ ഓരോ നാട്ടിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഉംറക്കൊക്കെ പോകാൻ നമ്മളെ നാട്ടിലെ മാതിരി തന്നെ ഓരോ പള്ളിയോട് അനുബന്ധിച്ചും ഉംറൻ്റെ ഓഫീസുകളുണ്ട്. ഉംറക്ക് പോകാനുള്ളവരെ ഓഫീസുകളും അതിന് കുറേ പ്രവർത്തകന്മാരും എല്ലാ പരിപാടികളും ഒന്നുണ്ട്. അതൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ് ഇവരുടെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ. തീവ്ര കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല, മദ്രസ ഉണ്ടായിട്ടില്ല. അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. വളരെ മോശകരമായ അവസ്ഥയായിരുന്നു. അതുപോലെ ഇവർ പറയും ഈ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് മക്ബറകളുടെ സ്ഥലമാണ്. ബുഖാരി ഇമാമിൻ്റെ മക്ബറുണ്ട്, നക്ഷബന്ദി ബഹാവുദ്ദീൻ നക്ഷബന്ദിയുടെ മക്ബറുണ്ട്, ഒരുപാട് മക്ബറകളുണ്ട്. ഈ മക്ബറകളൊന്നും അവർ പൊളിച്ചിട്ടില്ല. പക്ഷെ പൊളിച്ചിട്ടില്ലെങ്കിലും കച്ചറടാണ് സ്ഥലം ചെയ്യുന്നത്.
ബോധപൂർവ്വം നിന്ദിക്കാന്ന് പറഞ്ഞാൽ ഓൽക്കിപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഓൽക്കിപ്പോ അന്യര് മറ്റുള്ള ആളുകളൊക്കെ അല്ലേ കാര്യം ബഹുമാനമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. പിന്നെ അത് അടുത്ത കാലത്താണ് ഇപ്പൊ ബുഖാരി ഇമാമിന്റെ ആ മക്ബറ സമുച്ചയൊക്കെ ഒരു വലിയ കാണേണ്ടതാണ്. അത്രയും വിശാലമായി ഭയങ്കര ഉഷാറാണ്. അത് യഥാർത്ഥത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ ഒത്താശയോടുകൂടിയാണ് ചെയ്തത്. അത് ഞാനൊരു പുസ്തകത്തിൽ വാശി പിടിച്ചത് കാരണം കൊണ്ട് മാത്രമാണ് പോകാൻ കഴിഞ്ഞത്. അപ്പോ നമ്മള് ഇതുവരെ ചർച്ച ചെയ്തത് ലോക കമ്മ്യൂണിസ്റ്റിനെ നമ്മള് മൊത്തത്തിൽ ചർച്ച ചെയ്തു. പക്ഷെ ഉസ്താദ് അവസാനത്തേക്ക് എത്തുമ്പോ ആ പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിനെ പ്രത്യേകം പറയുന്നുണ്ട്. അതില് ഞാൻ ശ്രദ്ധിച്ച ഒരു ഉസ്താദിന്റെ കോട്ടിംഗ് എന്നുള്ളത് ലോകത്ത് തന്നെ ഉള്ളതിൽ ഏറ്റവും മുരടന്മാരായിട്ടുള്ള ഏറ്റവും മുരടൻ കമ്മ്യൂണിസ്റ്റ് കേരളത്തിലാണ്. ഇപ്പൊ ഡാങ്കയുടെ മറ്റേ കമ്മ്യൂണിസ്റ്റ് ക്യാമ്പൊക്കെ ഉസ്താദ് ഉദ്ധരിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പറയാനുള്ള അതിന് മാത്രം എന്താണ് അതിന് മാത്രമുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലായിടത്തും കമ്മ്യൂണിസം തകർന്നില്ലേ? എല്ലായിടത്തും തകർപ്പ്. ഇന്ത്യയിലൊന്നും ഇപ്പൊ കമ്മ്യൂണിസം ഇല്ലല്ലോ. ഇപ്പൊ കേരളത്തിൽ മാത്രമുള്ളത് താങ്ങി നിർത്താനുള്ള ഒരു കൂട്ടരുള്ളത്. ബംഗാളൊക്കെ പറ്റ പോയില്ലേ? അങ്ങനെ ഓരോ നാട്ടിലും പോയി. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആദർശത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ കേരളത്തിലുള്ളത്. അവിടെ ഉള്ളവരൊക്കെ ഇപ്പൊ മാറിക്കഴിഞ്ഞു. അവർക്ക് അവരെ അടിയന്തരാവസ്ഥ ഉണ്ട്. ഇപ്പോഴും അതിൻ്റെ ഒരു ബാക്കി എന്നുള്ളവർക്ക് വേണ്ട പോലെ ഒരു സ്വാതന്ത്ര്യമില്ല. അത് ഞാൻ പറഞ്ഞില്ല. ആ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഭരണകൂടങ്ങളിൽ എല്ലാ നാട്ടിലുണ്ടാകുന്ന ഒരു കുറവ് തന്നെയാണ്. ഇതുവരെ പോന്നീൻ്റെ ഒരു പിന്തുടർച്ചയിൽ എപ്പോഴും ഉണ്ടാകുക. അപ്പോൾ നിങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഒരു പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം ഇപ്പോഴും ആയിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇബാദത്തുകൾക്കൊക്കെ ഇപ്പോൾ കല്യാൺ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പള്ളിയുണ്ട് ഇവിടെ. അത് ഇവിടെ സമർക്കന്തിലാണ്, അല്ല സമർക്കന്ത് ബുഖാറിയിൽ. അപ്പോൾ ആ പള്ളിയൊക്കെ ഇപ്പോൾ വലിയ ജുമയും കാര്യങ്ങളും ആൾക്കാർ പങ്കെടുക്കലുണ്ട്. പൂട്ടിയിട്ട കാലത്തും പൂട്ടാതെ കുറച്ച് പള്ളികളുണ്ടായിരുന്നു. അതിലൊരു പള്ളിയാണ് ഈ കല്യാൺ കോംപ്ലക്സ് എന്ന സ്ഥലത്തുള്ള പള്ളി. അങ്ങനെ കുറച്ച് പള്ളികളുണ്ട്. 300 പള്ളികളാണ് മൊത്തം പൂട്ടാതിരുന്നത്. 300 പേര് ഓരോ പ്രോവിൻസിലും 3000 പള്ളികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരവസ്ഥ. അതുപോലെ മദ്രസകൾ, അത് ഈ പറഞ്ഞ മാതിരി കമ്മ്യൂണിസ്റ്റുകൾ വരുന്നതിന് മുമ്പ് തന്നെ മദ്രസകളൊക്കെ ഇല്ലാതായി പോയിട്ടുണ്ട്. ഈ സാർ ചക്രവർത്തിമാരുടെ കാലത്ത് റഷ്യയിലും അതുപോലെ മറ്റേ മാഞ്ചു ഭരണകാലത്ത് ചൈനയിലും മദ്രസകൾ പോയിട്ടുണ്ട്. മദ്രസകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മദ്രസ എന്ന് പറഞ്ഞാൽ ബോത്തള്ളി എന്നല്ല, എന്തുമാത്രം ഭീമാകാരങ്ങളായ കെട്ടിടങ്ങളെന്നറിയോ? ബുഹാറയിൽ തന്നെ 248 മദ്രസകളുണ്ട് ഒറ്റ ബുഹാറയിൽ. അതും തന്നെ വലിയ വലിയ കെട്ടിടങ്ങൾ, 3 നിലയുള്ള 2 നിലയുള്ള നല്ല പത്രാസുള്ള കെട്ടിടങ്ങൾ. ഇന്നത് കാഴ്ച വസ്തുവാണ്. അതിൽ ചുരുക്കം ചില കെട്ടിടങ്ങളിൽ ഇപ്പോൾ വീണ്ടും മദ്രസ തുടങ്ങിയിട്ടുണ്ട്, പുനഃസ്ഥാപിച്ചു. അപ്പൊ ഈ കല്യാൺ കോംപ്ലക്സിൽ ഒരു ബറാക്കാൻ മദ്രസ ഉണ്ടെന്നുണ്ട്. അത് ഇന്ന് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് അതേപോലെ തന്നെ ഇപ്പൊ താഷ്കണ്ടിലും തന്നെ ഇമാം ബുഖാരിയുടെ പേരിൽ ഒരു സ്ഥാപനം നടക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇങ്ങനെ ഒരു ഉണർവ് വന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ കാലഘട്ടം ഒരു വല്ലാത്ത ഒരു ഭീതിതമായ ഒരു കാലഘട്ടം തന്നെയാണ്. ഇപ്പൊ ഈ ഒരു ഉണർവിന്റെ ഒരു അനന്തരഫലമായിട്ട് കമ്മ്യൂണിസം നശിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കമ്മ്യൂണിസം നശിക്കാച്ച കമ്മ്യൂണിസം ഇപ്പൊ അവിടെ ഇല്ലല്ലോ. പക്ഷേ പിന്നെന്താണ്, റഷ്യക്കാരുണ്ടല്ലോ, ഒരിപ്പോഴും കമ്മ്യൂണിസത്തിൽ തന്നെയാണല്ലോ. പക്ഷെ അവരൊക്കെ ഇപ്പൊ കമ്മ്യൂണിസം എന്ന് പറയാനല്ലാതെ ഇന്നിപ്പോ ഇതൊന്നൊരു താല്പര്യം. ഇപ്പൊ ചൈന ഇപ്പൊ ഇവിടെ കമ്മ്യൂണിസം പോയിട്ട് വെറും മുതലാളിത്തല്ലേ. പക്ഷെ അവർ കൂടുതൽ ബുദ്ധിസ്റ്റുകളും അതേപോലെയുള്ള മറ്റു മതക്കാരൊക്കെയാണ്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരും ധാരാളം മതമില്ലാത്തവർ തന്നെയാണ് കൂടുതൽ. അത് ഈ മതമില്ലാത്തവർ കൂടുതലാകുക എന്ന് പറഞ്ഞാലേ ഈ ആധുനികതയുടെ ഒരടയാളമാണ്. ഇപ്പൊ യൂറോപ്പിൽ നമ്മൾ ക്രിസ്ത്യാനികളാന്ന് പറയും. യൂറോപ്പിൽ ക്രിസ്ത്യാനികളൊന്നുമല്ല, യൂറോപ്പിൽ കൂടുതൽ ആളുകൾ മതമില്ലാത്തവരാ. കാരണം മതമില്ലെങ്കിലല്ലേ നമുക്ക് സ്വസ്ഥമായി വിഹരിക്കാൻ കഴിയുള്ളൂ. സ്വൈരവിഹാര ജീവിതം എന്നാണെന്ന് ഇപ്പോൾ യൂറോപ്പ് അമേരിക്ക നാടുകളിൽ നല്ലൊരു വിഭാഗം ആളുകൾ കാണുന്നത്. അപ്പോൾ അവർക്ക് മതം വേണ്ട, പേരിന് മാത്രം. അതുകൊണ്ടാണ് അവർ പള്ളി വെക്കാൻ തയ്യാറാകുന്നത്. അമേരിക്കയിൽ ഇപ്പം എത്ര ചർച്ചുകളാണ് നമ്മൾ വിലക്ക് വാങ്ങിയിട്ട് വലിയ പൈസക്കാണ്, കോടികൾ ഉറുപ്പ്യ കൊടുത്തിട്ട് വാങ്ങിയിട്ട് അത് പള്ളിയാക്കി മാറ്റുന്നത്. പൈസ നോക്കാൻ ആളില്ല. അവിടെയും തന്നെ കുറച്ചൊക്കെ ഇത് സംരക്ഷിക്കുന്ന ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് പോയ ക്രിസ്ത്യാനികളാണ്. കേരളത്തിൽ നിന്ന് പോയ ക്രിസ്ത്യാനികളാണ് ഇപ്പോൾ പല ചർച്ചുകൾക്കും ജീവൻ നൽകുന്നത്. യു കെയിലൊക്കെ അങ്ങനെയാണ്. യു കെയിലൊന്നും 600ഓളം ചർച്ചുകൾ മൊത്തം യു കെയിൽ പള്ളികളായി മാറിയിട്ടുണ്ട് ഒരു 10 കൊല്ലത്തിൻ്റെ ഉള്ളിലായിട്ട്. അതിനുള്ള താല്പര്യം അത് മൊത്തം അത് ആ ഒരു അവസ്ഥ എവിടെയുണ്ട്. ഇപ്പോൾ ഈ ചൈനയിലും റഷ്യയിലൊക്കെ ഉണ്ട്. അല്ലാതെ കമ്മ്യൂണിസത്തിന്റെ ആ ഒരു പികറുകൊണ്ടൊന്നുമല്ല, അങ്ങനെ ഒരു വിഷയമുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ ഈ മതത്തിനും താല്പര്യക്കുറവ് ഈ ക്രിസ്ത്യാനിറ്റിയെ ബാധിച്ച് അത്ര ബാധിച്ചിട്ടുണ്ടോ? അത്ര ബാധിച്ചിട്ടില്ല. ക്രിസ്ത്യാനിസത്തെ ബാധിച്ച് അത്ര ബാധിച്ചില്ല. പക്ഷെ ഇപ്പത്തെ ഈ പോക്ക് കണ്ടാല് നമ്മളും അവിടേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. കാരണം നമ്മളിലൊക്കെ തന്നെ ഭൗതികതയാണെന്ന് കൂടുതൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു വല്ലാത്ത വിഷയമാണ്. നമ്മള് ഇനിയിപ്പോ കേരളത്തിന്റെ വിഷയം എടുക്കുമ്പോ
കേരളത്തില് പക്ഷെ നമ്മൾ കുറച്ചും കൂടി ചർച്ചകൾ കുറച്ചും കോംപ്ലക്സ് ആവാണ് കേരളത്തിൽ കമ്മ്യൂണിസം നമ്മൾ എടുക്കുമ്പോൾ. അതായത് കേരളത്തിൽ കുറെ മുസ്ലിങ്ങൾ കമ്മ്യൂണിസത്തിലുണ്ട്. പുസ്തകം സൂചിപ്പിക്കുന്നുണ്ട് 980 മുന്നേ ഒരു കമ്മ്യൂണിസം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് യഥാർത്ഥത്തിൽ മുർത്തദ്ദായ പോലെ ആയിരുന്നു നമ്മൾ അവരെ കണ്ടിരുന്നത്, ഡീൽ ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിൽ തന്നെ പലപ്പോഴും പല മഹാന്മാരും ഫത്വ കൊടുത്തതും അല്ലെങ്കിൽ ഒരാൾ കമ്മ്യൂണിസത്തിൽ പോയി ഇപ്പോ നമ്മുടെ വേങ്ങര കച്ചേരിപ്പടിയിൽ ഒരാൾ അനുഭവമൊക്കെ പറയുന്നുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് ചേർന്ന് നീ തോപ ചെയ്ത് മടങ്ങി വാന്നൊക്കെയുള്ള ഇത്തരത്തില് ഉസ്താദ്മാര് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഫത്വകൾ വരുന്നൊരു സന്ദർഭം. അപ്പൊ 980 ശേഷമാണ് അത് നടക്കുന്നത്, സമസ്ത പിളർപ്പിന് ശേഷമാണ് ഉസ്താദ് പറയുന്നത്. അത് ഇപ്പോ സമസ്തയുടെ പിളർപ്പാണോ യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസത്തെ നമ്മൾ അടുപ്പിക്കാൻ കാരണമായത്? കമ്മ്യൂണിസത്തെ അടുപ്പിക്കാന് സമസ്തയുടെ പിളർപ്പെന്ന് മാത്രം പറഞ്ഞുകൂടാ. ചെറിയൊരു കാരണം 967 മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റുകാരും കൂടിയുള്ള ഒരു സഖ്യം ഉണ്ടായല്ലോ. അത് നമുക്ക് അനിവാര്യമായിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ അതിൻ്റെ മുമ്പ് നമ്മൾ വളരെ അവശരായിരുന്നു. മുസ്ലിങ്ങൾക്ക് ഉദ്യോഗമില്ല, ഒരു കാര്യമില്ലാത്തൊരവസ്ഥയാണ്. കാരണം അന്ന് കോൺഗ്രസിൻ്റെ നിലപാട് അങ്ങനെയായിരുന്നു. അപ്പം അതിൽ നിന്നൊരു മാറ്റം എന്നത് 967 സഖ്യം ചെയ്യുകയും ആ സഖ്യം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ മുസ്ലിം സമൂഹത്തിന് കിട്ടിയ സ്കൂളുകൾ കാര്യങ്ങളൊക്കെ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ ഒരു ശ്രമഫലമാണ്. അപ്പം അങ്ങനെ ഒരു ഗുണവശം അതിനുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ദോഷവശം അതിനുണ്ടായിട്ടുണ്ട്. അത് നമ്മൾക്ക് കാണാതിരിക്കാൻ കഴിയില്ല. എന്തായിരുന്നാലും അത് വലിയൊരു പ്രശ്നം ആകാതെ ഇരിക്കുമ്പോൾ ഈ 980-കൾക്ക് ശേഷം ഇങ്ങനെ ഈ നമ്മളുടെ ചേരിപ്പോര് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസത്തിന് ചെറിയൊരു വളർച്ച നൽകി. എന്നാൽ ഒന്ന് ഞാൻ പറഞ്ഞുതരാം, ഒരു പണ്ഡിതനും പൂർണ്ണമായി കമ്മ്യൂണിസത്തെ അംഗീകരിക്കുന്ന ഒരു പണ്ഡിതൻ ഇവിടെ കേരളത്തിലില്ല. ഒറ്റപ്പെട്ട് ഇപ്പം ചില ആൾക്കാർ വലിയ വിവരം ഉണ്ടായിട്ട് ഹിന്ദു ആയി പോകണു, ക്രിസ്ത്യാനി പോകണു, അങ്ങനെ യുക്തിവാദിയായി എത്ര ആൾ പോകണ്ടല്ലോ എന്നതുപോലെ കാര്യത്തിലൊക്കെ കമ്മ്യൂണിസ്റ്റത്തിൻ്റെ DYFI-കാരനും അതിൻ്റെ കാർഡൊക്കെ കിട്ടിയേക്കാം. പക്ഷെ ഒരു കാലത്തും ഇപ്പം AP വിഭാഗം ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസത്തെ അനുകൂലിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ഞാനത് പൂർണ്ണമായി ഞാനത് അംഗീകരിക്കുന്നില്ല. കാരണം എന്താണ്, ആ കാലഘട്ടത്തിൽ ഇന്നും എനിക്കെല്ലാം ഓർമ്മയുണ്ട്. അന്ന് AP വിഭാഗത്തിൻ്റെ ഒരു വലിയ പ്രവർത്തകനായിരുന്നു കക്കാട് മുഹമ്മദ് ഫൈസി. കക്കാട് മുഹമ്മദ് ഫൈസിക്ക് അന്ന് മലപ്പുറത്ത് വയലുണ്ട്. മലപ്പുറം ബഞ്ചള്ളിയിൽ 30 ദിവസത്തെ വയൽ കക്കാട് മുഹമ്മദ് ഫൈസിക്കാണ്. അപ്പോൾ എല്ലായിടത്തും സഖാക്കൾ സജീവമായിട്ട് അതിന് പോയിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ സഖാക്കൾ ഇങ്ങനെ വല്ലാതെ പോകും. ഒരു ദിവസം ഇയാൾ കമ്മ്യൂണിസത്തെ പറ്റിയാണ് പറഞ്ഞത്. ഈ കാലഘട്ടമാണ് ഭയങ്കര എതിരായിട്ട് പറഞ്ഞ് ഇത് ഈ കമ്മ്യൂണിസ്റ്റുകാർ ആകെ മാനരായ പഠിച്ചവരാണ്. ഇയാളെന്തായി പഠി ഇയാളെന്താ ഇതിനെ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു. അതേ കക്കാട് പൈസ ഞാനും മങ്ങാട്ടുവലത്തെ ഒരു SSFന്റെ പരിപാടിക്ക് പോയി. അന്ന് ഈ നാദാപുരം ഭാഗത്ത് ഭയങ്കര അക്രമം നടക്കണ കാല, കമ്മ്യൂണിസ്റ്റ് മുസ്ലിം സംഘടന നടക്കണ കാല. അന്നൊരു കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടാരത്തിൽ വെച്ച പരിപാടി ഞാനും മൂപ്പരാണ് പ്രസംഗിക്കാൻ. മൂപ്പരെ പ്രസംഗിച്ച് കഴിഞ്ഞോടുകൂടെ തുടങ്ങി വച്ചപ്പാട് ഇന്നെ പ്രസംഗിക്കാൻ അവർ അനുവദിച്ചില്ല. ഓലിങ്ങനെ മൈക്കിങ് ഇട്ടിട്ട് ഓലെ അവിടെ അങ്ങേപ്പുറത്ത് സ്പീക്കറൊക്കെ വെച്ച് ഒച്ചപ്പാടും ബഹളും ഒക്കെ ഉണ്ടാക്കി. പ്രസംഗം കേൾക്കാതിരിക്കാൻ അതിവര് പൊതുവിൽ ചെയ്യലുണ്ട്. കമ്മ്യൂണിസത്തെ എനിക്കെല്ലാം ഓർമ്മയുണ്ട്. നമ്മൾ വെങ്ങാട് ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസംഗം നടത്തി. അപ്പോൾ നോക്കുമ്പോൾ സ്ഥലം തന്നില്ല. അങ്ങനെ ഒരു വണ്ടിയിൽ നിന്നിട്ടാണ് പ്രസംഗിച്ചത്. സ്ഥലം ആരും കൊടുത്തില്ല. കമ്മ്യൂണിസ്റ്റ് അനുകൂലികളാ. അവസാനം വണ്ടിന്റെ അടുത്തെത്തിയപ്പോൾ അവിടെ കണ്ടപ്പോൾ ഇവരെ പീടിന്ന് ഒരു സഖാവുമാണ്, പിന്നെ അതോടൊപ്പം പിന്നെ മുജാഹിദുമാണ്, രണ്ടും കൂടിയാ. അയാളെ കടിയിൽ നിന്ന് ഇത് ഇട്ടു. പ്രസംഗിക്കൽ കേൾക്കരുതെന്ന് വിചാരിച്ചു നമ്മളതിനേക്കാളും വെച്ചിട്ടാണ് പ്രസംഗിച്ചു. അപ്പോൾ നമ്മളവർക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞാലും വിഷയങ്ങളിൽ എല്ലാവരും ഇത് പഠിച്ച ഒരാളും ഒരിക്കലും അതിനെ അനുകൂലിക്കൂല. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയലോ, അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്നല്ലാതെ ഒരു സപ്പോർട്ട് കൊടുത്തു എന്നുള്ളത് പറയാൻ പറ്റൂല. അപ്പൊ ഇന്നത്തെ സാഹചര്യം അങ്ങനെ തന്നെ. ഞാൻ മനസ്സിലാക്കണില്ല പണ്ഡിതന്മാരെങ്കിലും കമ്മ്യൂണിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരിക്കലും ചെയ്യില്ല. ഒരു എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് സപ്പോർട്ട് ചെയ്യല്? രണ്ടും അറിയുന്ന ഒരാൾക്ക് സാധിക്കും. ഇന്ത്യൻ ഇവർ സ്ഥാപിക്കട്ടെ, ആരെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ സ്ഥാപിക്കട്ടെ, അല്ലെങ്കിൽ അനുകൂലമുള്ള ആളുകൾ സ്ഥാപിക്കട്ടെ. ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭൗതികവാദം ഇല്ലാന്ന് സ്ഥാപിക്കട്ടെ. എന്നാൽ പിന്നെ കോൺഗ്രസിന്റെ മാതിരി തന്നെ ഏതെല്ലാം പാർട്ടിയോ അതേമാതിരിയാകാം. അവരൊരിക്കലും വിടൂല. ഭൗതികവാദം ഞങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം തകർന്നു. അതൊരിക്കലും ഒരു പറയില്ല. പറയട്ടെ, ഇന്നത്തെ നേതാക്കന്മാരെന്ന് പറയട്ടെ, ഒരിക്കലും സാധിക്കില്ല. ഭൗതികവാദം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസം ഇല്ലാതായി. അപ്പോൾ അത് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ഇപ്പം ഉള്ളത് കേരളത്തിലാണ്. അതിപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഉള്ളത് ഇവിടെയാണ് ആദർശമായിട്ടുള്ള ആൾക്കാർ. ഇവിടെ ഇവരെ ന്യായീകരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. സ്റ്റാലിനും ലെനിനൊക്കെ
ലോകം മുഴുവൻ അവർ എഴുതി തള്ളി, ഗോർബച്ചേവ് വരെ എഴുതി തള്ളി. അപ്പോഴും കേരളത്തിൽ ഓരോരുത്തർ ഇങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക നേതാക്കൾ. അപ്പോ നമുക്ക് പറയാനുള്ള ഈ മാപ്പിള സഖാക്കൾ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി ആയിട്ട് ഇപ്പൊ നമ്മളെ സമൂഹത്തിന് രൂപപ്പെടാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കുറെ ആളുകൾ പോവാണ്. അപ്പൊ ഒരിക്കലും ഒരു ഇൻ കേസ് നമ്മുടെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള ഒരു ഇടം എന്നതിലുപരി ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് അല്ലെങ്കിൽ പാർട്ടിയിലൊന്നും ഒരാൾക്ക് ചേർന്നാൽ അവർക്ക് അതിന്റെ ഇസ്ലാം പൂർണ്ണമാവില്ല എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയൂലേ? അത് പറയാൻ കഴിയും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മളെ ഈമാൻ മനുഷ്യന്റെ ഹൃദയത്തിലുള്ളതാ. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ, കമ്മ്യൂണിസം കുഫറാണ്. കമ്മ്യൂണിസം കുഫർ ഒരു സംശയമില്ല. ഇതാണ് കമ്മ്യൂണിസം എന്ന ആശയം. കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമുള്ള ഇസ്ലാമും കമ്മ്യൂണിസമായിട്ട് അത്രയും ആൾട്ടർനേറ്റീവാ. പക്ഷെ എന്ന് വിചാരിച്ച് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പറ്റിച്ച് മുർത്തതാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ പള്ളിയിൽ പോണതിന് മുമ്പ് ഓനേക്കാരവിടെ വന്നിട്ടുണ്ടാകുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഓന് കമ്മ്യൂണിസം തെറ്റില്ല. ഓനിപ്പോൾ അവിടെ എന്തേ ഉള്ളത്, ലീഗ് വിരോധം വേണം, അതിനുള്ളൊരു മാർഗ്ഗം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റേ ഉള്ളൂ. അല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് വിചാരിച്ചിട്ട് ഓന് ഇസ്ലാമെന്ന് പുറത്തു പോയ ആളാണ് എന്ന് ഞമ്മക്ക് പുറത്തു കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഇതേ പറയാൻ പറ്റുള്ളൂ, കമ്മ്യൂണിസം ഇസ്ലാമിക വിരുദ്ധമാണ്. അത്രേ നമ്മൾ പുസ്തകത്തിൽ സമർത്ഥിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ ഒരാൾ പറയുന്നുണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് മുസ്ലിമാണെന്ന് പറഞ്ഞാൽ രണ്ടു കൂടി നടക്കൂല. അപ്പം ഇതപ്പം കമ്മ്യൂണിസ്റ്റുകാരനല്ല, അല്ലെങ്കിൽ മുസ്ലിം അല്ല മുസ്ലിം. അപ്പോൾ പള്ളിയോ വരുന്നുണ്ട്, ഇബാദത്തുണ്ട്, നോമ്പുണ്ട്, അപ്പോൾ മുസ്ലിമാണ്. കമ്മ്യൂണിസം പോകാൻ ഉപരിപ്ലവമായ ഒരു വാക്ക് മാത്രമാണ്. അങ്ങനെ നമ്മളതിൽ കാണേണ്ടത്. അല്ലല്ല, ഒരിക്കലും ഉൾക്കൊണ്ടതായ ആൾ നടക്കുമല്ലോ. പിന്നെ ഓർക്ക് പ്രചരണ കാലഘട്ടത്തിൽ അങ്ങനെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ചെയ്തി റഷ്യയിലൊക്കെ നമ്മളെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നൊരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലില്ല. കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു പ്രത്യേക ഗ്രൂപ്പായി വന്നു എന്നല്ലാതെ അങ്ങനെ മറ്റുള്ളവരെ കാണിക്കണം എന്നുള്ളതൊന്നുമില്ല. അപ്പം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ കാഫിറാണെന്ന് നമ്മളൊരാളെ പറ്റി അത് നമ്മൾ പറയാൻ പാടില്ല. കാരണം ഈമാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള ഒന്നാണ്. ചിലപ്പോൾ ഓനെന്തോ തെറ്റിദ്ധാരണകളെ കൊണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അതിൻ്റെ പേരിൽ അതിൻ്റെ പിന്നിൽ പോയിരിക്കും. പക്ഷെ നമുക്ക് ഇതേ പറയാം, കമ്മ്യൂണിസം മുർത്തതാണ്. അല്ലാതെ ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരൻ പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല. എന്തായിരിക്കാം, കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരുപാട് ആൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്ന് വിചാരിച്ചാൽ നമുക്കൊരു ഫത്ത് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ പുസ്തകം വായിക്കുമ്പോൾ അതില് അബ്ദുൽ ബാരി ഉസ്താദിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഫത്വ കാണുന്നത്. അതായത് ഇത് നേരത്തെ പറഞ്ഞ ഇത്തരത്തിൽ കച്ചേരിപ്പടിയിലുള്ള അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റിൽ ചേർന്നപ്പോ ബാരിസ്ഥാന്റെ അടുത്ത് കാണല്ലോ കുടുംബക്കാരെ അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. അപ്പോ ബാരിസ്ഥ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു വാക്ക് എന്നുള്ളത്, നീ എങ്ങാനും ആശയപരമായിട്ട് കമ്മ്യൂണിസം തിരിഞ്ഞിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ആയതെങ്കിൽ നീ മുർത്തതാണ്. അങ്ങനെയല്ല, വെറും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിലേക്ക് മാത്രമാണ് നീ കമ്മ്യൂണിസ്റ്റിൽ മെമ്പർഷിപ്പ് എടുത്തത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റോടൊപ്പം ചേർന്നതെങ്കിൽ ഈ തൗബ ചെയ്ത് മടങ്ങിക്കാളാന്ന് പറയും. ശരിയായ കാഴ്ചപ്പാടാണ്. അപ്പൊ അതൊരു പാപാണോ? തൗബ പാപത്തിനല്ലേ ചെയ്യേണ്ടതുള്ളൂ? അതെ, തീർച്ചയായും പാപം തന്നെയല്ലേ. കമ്മ്യൂണിസ്റ്റ് തിരിയാതെ അതങ്ങനെ തന്നെയല്ലേ. അവന്റെ ചലനം ശരിയല്ലല്ലോ. കാരണം നമ്മളെ എത്രയോ നശിപ്പിച്ച, മൊത്തം പറഞ്ഞാൽ 17 കോടി ആളുകളെയാണ് ചൈനയിലും റഷ്യയിലും കംബോഡിയയിലും വിയറ്റ്നാമിലും കൂടിയിട്ട് കമ്മ്യൂണിസ്റ്റുകൾ വന്നിട്ടുള്ളത്. എല്ലാ രാഷ്ട്രങ്ങളിലും ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരാളോട് നമുക്ക് ഒന്നാമത് ഞാൻ പറഞ്ഞത്, നമ്മളെ ആളുകൾക്ക് ഇതിൻ്റെ ചരിത്രം അറിയില്ല, ഇവരുടെ വസ്തുതകൾ അറിയില്ല, ഇവരുടെ ആശയം അറിയില്ല. ഇതാണ് അതിൻ്റെ പ്രശ്നം. പിന്നെ ആരോടെങ്കിലും ഇപ്പം നാട്ടിൽ ഒരു വൈരാഗ്യം ഉണ്ടാവും, ആ വൈരാഗ്യം തീർക്കാൻ പറ്റിയൊരവസ്ഥ ഇതാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അല്ലാതെ ഇപ്പം ഈ കമ്മ്യൂണിസ്റ്റുകാരെ കൂടിയാലും മുഴുവനും ഇസ്ലാമിക വിരുദ്ധരായതുകൊണ്ടോ അല്ലെങ്കിൽ മുസ്ലിം വിരോധം ഉണ്ടായതുകൊണ്ടൊന്നല്ല. ഓൽക്ക് നാട്ടിലുള്ള ആൾക്കാരോടൊരു വെറുപ്പുണ്ടാവും, അത് പോക്കാനുള്ള ഒരു അവസ്ഥ ആയിട്ടാണ്. അപ്പൊ അതൊരു അവരുടെ ചലനങ്ങളിൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ട് അതെടുത്ത് ഒരു പാപത്തിന്റെ ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം ഒരുപാട് ഞാൻ ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്ന് ഒരാളെ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിലേ 962 കുഴിപ്പുറത്ത് വെച്ച് അവിടെ ഒരു സുന്നി പരിപാടിക്ക് ഇ കെ ഉസ്താദ് വന്നായിരുന്നു. അപ്പോൾ ഒരു ഇലക്ഷൻ്റെ സമയമായിരുന്നു, ഒരു വൈ ഇലക്ഷൻ എന്തോ ആണ്. അപ്പോൾ മൂപ്പര് തീർത്ത് പറഞ്ഞു ഒന്ന് പ്രസംഗത്തിൽ, കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യാൻ പാടില്ല. അതേപോലെ അൽമല്യം മാഗസിനിൽ അത് പിന്നെ അതൊക്കെ പിന്നെ ഇപ്പം യാതൊന്നും പുസ്തകത്തിലില്ല, അതിപ്പോൾ പിന്നെ കിട്ടിയ പേരാണ്. അൽമല്യം മാസികയിൽ കെ സറത്തുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ആലിമികൾ ആരും ഒരു കാലത്തും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതൊരു വസ്തുതയാണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്യാനും കഴിയില്ല. ഇനി ഒന്നും നമ്മൾ പറയാം, എന്തേ ഇപ്പോൾ കോൺഗ്രസ്സിലാകട്ടെ ലീഗിലാകട്ടെ എല്ലാം വലിയ വലിയ മതപണ്ഡിതന്മാരും കാര്യമായ ആളുകളൊക്കെ ഉണ്ടായിരിക്കണമല്ലോ. ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണ് അബുൽ കലാം ആസാദ്, സയ്യിദ് ഹുസൈൻ അഹമ്മദ് മദനി, അതുപോലെ ഒരുപാട് പണ്ഡിതന്മാർ ഇന്നുണ്ട്. പണ്ഡിതന്മാർ എന്തേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു പണ്ഡിതനില്ലാതെ ഒരു അരപ്പണ്ഡിതൻ ആരെങ്കിലും ഒരാളുണ്ടായിട്ടുണ്ടോ? രണ്ടും അറിഞ്ഞ ആൾക്ക് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് കഴിയില്ല. അത് ഏറ്റവും വലിയ തെളിവല്ലേ.
ആരെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഒരു വെറുപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടാവും എന്നല്ലാതെ ആത്മാർത്ഥമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി മാറാൻ ഒരു മുസ്ലിമിന് കഴിയില്ല, സാധ്യമല്ല. അത് വളരെ തെളിവാണത്. പിന്നെ ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വേണ്ട എന്താ പറഞ്ഞാൽ ഇതിലൊക്കെ നമ്മളടുത്ത് ഒരുപാട് വീഴ്ചകളുണ്ട്. നമ്മളിത് ശരിക്കും തുറന്ന് പറയണം. അത് നമ്മൾ പലപ്പോഴും പറയണില്ല. നമ്മളിങ്ങനെ രാഷ്ട്രീയമായി കാണുകയാണ്. ഇത് രാഷ്ട്രീയമായിട്ട് കാണേണ്ട കാര്യമല്ല. രാഷ്ട്രീയക്കാരനാവും എന്ന് പേടിച്ചിട്ട് പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ പള്ളിയിലൊന്നും ഉസ്താദന്മാർക്ക് പറയാൻ പറ്റൂല. കാരണം പല ആൾക്കാരും കമ്മ്യൂണിസ്റ്റ് അനുകൂലികളും മറ്റൊക്കെ ഇക്കാരപ്പോൾ അതുകൊണ്ട് ഇത് പറയാൻ കഴിയില്ല. താല്പര്യം അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ നാട്ടിൽ കുഴപ്പമുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് അപ്പോൾ ഇതിലുള്ളത്. സത്യത്തിൽ നമ്മുടെ അടുത്ത് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ അടുത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാ. ഒരു കാലഘട്ടത്തിൽ നമ്മൾ എതിർത്ത രീതിയിൽ പിന്നെ ഉണ്ടായിട്ടില്ല. ഞാൻ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസംഗം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ പരിപാടിക്കൊന്നും ആരും വിളിക്കുന്നില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത്. അതൊരു വസ്തുതയാണ്. പ്രതിരോധിക്കാൻ ബോധ്യമുള്ള ആളുകൾക്കോളം പേടിയുണ്ട് എന്നുള്ള വസ്തുത. അപ്പോ നമ്മളെ പുസ്തകത്തിൽ മറ്റൊരു വശത്തേക്ക് വരുമ്പോ എനിക്ക് വളരെ ക്യൂരിയസ് ആയി തോന്നിയൊരു കാര്യമാണ്. അതായത് ചില പണ്ഡിതന്മാര് പോലും അഭിപ്രായപ്പെട്ട ഒരു സംഭവമാണ് ഈ യജൂജ് മഅജൂജിന്റെ വിഷയത്തിൽ വരുമ്പോ അത് ചൈനയിലും റഷ്യയിലുള്ള സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ഇത് അതിനെ കുറിച്ച് പറയാനുള്ളത്? അതിനെപ്പറ്റി ഞാനൊന്നും തീർത്ത് പറയണില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൻ്റെ അലാമത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അത് ദുർവ്യാഖ്യാനം ചെയ്യരുത്. അത് അതിൻ്റെ ലാഹിറിൽ അവിടെ വെക്കല നല്ലത്. ഇപ്പോൾ ഖാദിയാനികൾ തന്നെ ഓല യഥാർത്ഥത്തിൽ ചെയ്യണം എന്താണെന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൻ്റെ എല്ലാ അലാമത്തും വന്നു കഴിഞ്ഞേക്കും. കാരണം ഓൽക്കത് പറയൽ ആവശ്യമാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൻ്റെ എല്ലാ അലാമത്തും ഉണ്ടെങ്കിലേ ഈസാ നബി മഹ്ദി വരുള്ളൂ. അപ്പോൾ ഈസാ നബി വന്നേക്കണു. അപ്പോൾ അതിന് മഹ്ദിയോ അതല്ല, ആ മഹ്ദിയോ ഇല്ല ഈസ, അത് രണ്ടും കൂടി വന്നാ. അപ്പോൾ ഈസാ നബി പോട്ടെ അവതരി ആ ഈസാ നബിയാണ് ഇപ്പോൾ മീർസാ ഗുലാം. അപ്പോൾ അവരെന്തായിക്കണം അറിയാം ഇതിനൊക്കെ വ്യാഖ്യാനം നൽകിയിരുന്നു. അവർക്കൊരു പുസ്തകം തന്നെ ഉണ്ട്, യഗോഗ് മഗോഗ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തുണ്ട്. യഗോഗ് മഗോഗ്, യജൂജ് മജൂജ്. അതായത് ചൈനയിലെ 2 വർഗ്ഗങ്ങളാണ് യഗോഗ് മഗോഗ്. ആ പുസ്തകം തന്നെ ഉണ്ടേ. യഗോഗ് മഗോഗ് എന്നാണ് അവരുടെ പുസ്തകം ഉണ്ട് ഖാദിയാനി. നമ്മളാൾക്കാരൊന്നും ഇനി ഖാദിയാനികളുടെ പുസ്തകത്തെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അവർക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. യേശു ക്രിസ്തു കാശ്മീരിൽ യേശു ക്രിസ്തുവിൻ്റെ ഖബറുണ്ട്. ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഖിയാമത്ത് നാളിൻ്റെ എന്നാണ് പണ്ട് മഹ്ദി ഇമാമിൻ്റെ വലിയൊരു പ്രശ്നമായിരുന്നു. ലാ മഹ്ദിയെ യുന്തളർ കൊണ്ട് മുമ്പ് ഒരാൾ കിതാബ് എഴുതി. അതെന്താ എഴുതാനുള്ള കാരണം എന്ന് വെച്ചാൽ ഹറമിൽ അക്രമം നടത്തിയല്ലോ മഹ്ദിയാന്ന് പറഞ്ഞാണ്ട്. അപ്പോൾ ഖാലി മെഹ്മൂദ് പറഞ്ഞാണ്ട് ഖത്തറിലൊരു പണ്ഡിതൻ ലാ മഹ്ദിയെ യുന്തളർ എന്ന് പറഞ്ഞാണ്ട് ഒരു കിതാബ് എഴുതി. അതിന് ഈജിപ്തിലെ ഒരാൾ മഹ്ദിയിൽ മുന്തളർ. അപ്പോൾ ലാ മഹ്ദിയെ യുന്തളർ പറയുമ്പോൾ 80ഓളം ഹദീസുകളിൽ മഹ്ദിയെ പറ്റി പറഞ്ഞിട്ട് എല്ലാം വഴീഫാണെന്നാണ് മൂപ്പർ സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷെ അല്ല എന്ന് പറഞ്ഞാണ്ട് വേറെ ആളതിന് അൽ മഹ്ദിയിൽ മുന്തളർ എന്നിട്ട്. അപ്പോൾ ഈ അതേപോലെ തന്നെ നമ്മളെവിടെയും പല ആൾക്കാരും ഖിയാമത്ത് നാളിൻ്റെ അലാമത്തുകൾ നാളെയാണ് മറ്റന്നാളാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് പറയാറുണ്ട്. പെട്ടെന്നാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യരുത്. കാരണം അതല്ല എങ്കിലോ പിന്നെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരാൾ പണ്ട് പ്രസംഗിക്കുന്ന കേട്ടു നമ്മളെ സദ്ദാം ഹുസൈൻ മഹ്ദിയാണ്. സദ്ദാം ഹുസൈൻ മഹ്ദി മഹ്ദി മരിച്ചില്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് കടക്കാതിരിക്കില്ല. അങ്ങനെ ചില ആളുകൾ പലതും ഇപ്പോൾ യജൂജ് മജൂജിനെ പറ്റി ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിലേക്ക് കടക്കാതിരിക്കലാണ് നല്ലത്. ഇപ്പോൾ റഷ്യയിലും അല്ലെങ്കിൽ ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകൾ അത്രത്തോളം ക്രൂരത ചെയ്തതുകൊണ്ടാവണം ഇവർക്ക് ഈ ഒരു അഭിപ്രായം വരാളൊക്കെ എന്നതാണ്. അത് എത്രത്തോളം മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് കൊണ്ട്. അപ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പൊ ചൈന, റഷ്യ ആദ്യം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിരുന്നതൊക്കെ ഇപ്പൊ ചുവട് മാറ്റിക്കൊണ്ടിരിക്കുന്ന നയങ്ങളിലൊക്കെ ഏകദേശം ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രികളായിട്ട് മുതലാളിത്ത ഇതായിട്ട് മാറിയല്ലോ. അപ്പൊ ഇതാണ് അവർക്ക് ഒന്നുകൂടി ഗുണം അല്ലെങ്കിൽ പുരോഗമനത്തിന് നല്ലതെന്ന് അവരെന്നെ സമ്മതിക്കാണ്. അപ്പോ ഇത് കമ്മ്യൂണിസം എന്നുള്ള ഒരു ആശയത്തിന്റെ വീഴ്ചയായിട്ട് അല്ലെങ്കിൽ അതിന് പരാജയമായിട്ട് നമുക്ക് ഗണിക്കാൻ പറ്റുമോ? തീർച്ചയായും ഗണിക്കാൻ പറ്റും. അതായത് ഇന്ന് ഇവര് ഒരുപാട് ഞാൻ എൻ്റെ ചൈന എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിന് ഞാൻ എഴുതിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസികളുള്ളത് ചൈനയിലാണ്. അന്ധവിശ്വാസികൾ എന്താ കാരണം എന്നാൽ ഡ്രാഗൺ, അതുപോലെ പിന്നെ ജാടുകല്ലാണ് ഇവരുടെ ഏറ്റവും വലിയ ദൈവം. അതുപോലെ ഹാപ്പിനെസ് ബുദ്ധൻ, ലാഫിംഗ് ബുദ്ധൻ, ഇതൊക്കെ ആകെ പ്രതിമ ഉണ്ടാക്കി കോടികൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും ഇവരുടെ ഈ പ്രവർത്തനങ്ങളെ കൊണ്ടൊന്നും നടന്നിട്ടില്ല. പുരോഗതി ഒരുപാട് ഉണ്ടായിരിക്കണം. അത് നമ്മൾ സമ്മതിക്കാതിരിക്കാൻ പറ്റൂല. കാരണം അവിടുത്തെ റോഡുകളും റെയിൽവേ സ്റ്റേഷനുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ എയർപോർട്ടിൻ്റെ 10 ഇരട്ടി ഉഷാറാണ് അവിടുത്തെ റെയിൽവേ സ്റ്റേഷന്. ഉള്ളതില്ലാതിരിക്കാൻ പറയില്ല. ഒരു പിന്നെ ട്രെയിനൊക്കെ 350-400 കിലോമീറ്ററാണ് ഒരു മണിക്കൂറത്തെ വേഗത. അതിവേഗത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പീജിങ്ങിൽ നിന്ന് കോങ്സോക്ക് എത്താൻ ആകെ 4 മണിക്കൂർ മതി. 1800 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അത്രയും വേഗത ഉള്ള എല്ലാ പുരോഗതികളുണ്ട്. അതൊക്കെ എന്താ കമ്മ്യൂണിസം വിട്ട്
ക്യാപിറ്റലിസ്റ്റ് പാതയിലാണ് ഇന്നൊരു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. അതാണ് അതേപോലെ തന്നെ ഇപ്പം ഇന്ന് റഷ്യ ഉള്ളത്. ഇപ്പം അദർബൈജാനൊക്കെ അതാ. ഈ അദർബൈജാൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെയൊക്കെ ചെയ്ത ദ്രോഹങ്ങൾ, ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അദർബൈജാനായിരുന്നു. കാരണം കാസ്പിയൻ കടലാണ് അദർബൈജാനുള്ളത്. കാസ്പിയൻ കടലിലാണ് ഏറ്റവും കൂടുതൽ കടലുള്ളത്. ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. കാസ്പിയൻ കടലിൻ്റെ തീരത്തുള്ള ചില മലകൾ ഇങ്ങനെ തീ വന്നുകൊണ്ടിരിക്കുക, കത്തിക്കൊണ്ടേയിരിക്കുക. അതിപ്പോഴും അവിടെ ഒരു കാഴ്ചയാണ്. അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഹിന്ദുക്കൾ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ. കാരണം തീ വരുമ്പോൾ ഒരു പ്രത്യേകതയുള്ളൂ. അപ്പോൾ അതിനടുത്തൊരു ക്ഷേത്രം വരെ ഉണ്ടായിരുന്നു. ബോംബെക്കാരനായ ഏതൊരു മുതലാളി ഉണ്ടാക്കിയതാ, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും സമ്പന്നമായ രാഷ്ട്രം, അവിടുത്തെ അവസ്ഥ എന്താ? ദരിദ്രന്മാർ ഏറ്റവും കൂടുതലുള്ളതാണ്. ഇതിൻ്റെയൊക്കെ മുതലാളിത്ത പാതയിൽ ചെലവഴിക്കുകയാണ്. പാവങ്ങൾക്കൊന്നും കിട്ടാത്തൊരവസ്ഥയാണ് ഇന്നും അദർബൈജാൻ്റെ അവസ്ഥ തന്നെയാണ്. അവിടുത്തെ എല്ലാം ഭയങ്കര ലക്ഷറി ആയിട്ട് ഈ ഹൈദർലിയോവിൻ്റെ പേരിലാണ്. എയർപോർട്ട് ഹൈദർലിയോവിൻ്റെ, മ്യൂസിയം ഹൈദർലിയോവിൻ്റെ, പള്ളി എല്ലാം അയാളുടെ പേരില്ല. അയാളുടെ മകൻ തന്നെയാണ് എപ്പോഴും ഭരിക്കുന്നതും. സ്വാഭാവികമായിട്ട് അവർ മുതലാളിത്ത പാത അവലംബിച്ചിരിക്കുകയാണ്. അല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് പാതയിൽ അവർക്ക് വിജയം ഉണ്ടായിട്ടില്ല. കനത്ത പരാജയം. കമ്മ്യൂണിസ്റ്റ് പാതയിൽ ഇപ്പോൾ സോഷ്യലിസം ഒക്കെ പറയാം. സോഷ്യലിസം കൊണ്ട് കനത്ത പരാജയം ഉണ്ടായത്. ഒരിക്കലും അത് പെട്ടെന്ന് നിർത്തിയല്ലോ. സോഷ്യലിസം എന്നാൽ 1937 വരെ അവർ കുറേയൊക്കെ നടത്തി നോക്കി, പക്ഷെ നടന്നില്ല. കൂട്ടുകൃഷികളൊക്കെ പരാജയം തുടങ്ങി. ഇപ്പൊക്കെ സ്വകാര്യ ഭൂമികൾ കൊടുത്ത് കൃഷികളൊക്കെ. ഇപ്പം നമ്മളെ നാട് ഇതൊരു വ്യത്യാസമില്ല. അപ്പം പഴയതിൻ്റെ ഈ ചെയ്തതിൻ്റെ ചില തിക്തഫലങ്ങൾ ഇന്നും കുറച്ചൊക്കെ ഉണ്ട്. നമ്മളെ നാടിനേക്കാളൊക്കെ എത്ര ഉഷാറാണ് നാടല്ലേ. നമ്മളെ നാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നും ഇങ്ങനെ പല മതങ്ങളും പല ജാതികളും എല്ലാവരും കൂടിയുള്ള അവസ്ഥയുള്ളൂ. ഉസ്ബെക്കിസ്ഥാൻ അങ്ങനെയല്ലല്ലോ. ഉസ്ബെക്കിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90% മുസ്ലിങ്ങളുള്ള സ്ഥലമാണ്. ഇന്നും അവിടുത്തെ സെൻസസിൽ കാണിക്കുന്ന 82% മുസ്ലിംസ് ഇതാണ്. അപ്പം അങ്ങനെ പണ്ഡിതന്മാരാണെങ്കിൽ ബുഖാരി ഇമാമും തുർമദി ഇമാമും നസായി ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ, മുഹദ്ദിസീങ്ങൾ എല്ലാമുള്ള ഒരുപാട് മതസ്ഥാപനങ്ങളുള്ള. അപ്പം സമർക്കന്ത് എന്ന് പറഞ്ഞ നഗരം തന്നെ 3 മദ്രസകളാണ് സമർക്കന്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതല്ലേ, അതൊക്കെ ഇന്നും അതേമാതിരി നിലനിർത്തിയിട്ടുണ്ട്. ഷെഹദോർ മദ്രസ, തില്ലാഗേരി മദ്രസ, ഉലഗിബേഗ് മദ്രസ, 3 മദ്രസ ഒരു കമ്പൗണ്ടിലാണ്. അതൊക്കെ 3 നിലയുള്ള കെട്ടിടങ്ങളാണ്. ഇപ്പൊ 500 കൊല്ലമായിട്ട് അവിടെ ഒന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് കാലത്തും ഇല്ല, ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. ഇപ്പൊക്കെ അത് ഇനിയൊന്നും തുടങ്ങൂല. അതൊക്കെ ഇപ്പം എന്തായി പറഞ്ഞാൽ കാഴ്ച വസ്തുക്കളാണ്. അത്രയും ചിത്രപ്പണികളും മറ്റും മറിച്ചൊക്കെയുള്ള 500-600 കൊല്ലം മുമ്പ് പഴക്കമുള്ള ഉലഗിബേഗ് മദ്രസ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്ക് മതബൗദ്ധിക സമന്വയമായിരുന്നു. ശാസ്ത്രജ്ഞന്മാരെയാണ് അവിടെ ഉണ്ടാക്കി കിട്ടിയത്. അങ്ങനെയുള്ളതൊക്കെ നമുക്ക് തകർച്ചയായി. പക്ഷെ ആ തകർച്ചക്ക് 100% കമ്മ്യൂണിസ്റ്റുകാരെ പറഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ ചിലപ്പോൾ പേരില്ലാത്ത ചില ആൾക്കാർ പറഞ്ഞു ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. അങ്ങനെ പറയുന്നത് ശരിയല്ല. വസ്തുത പല കാരണങ്ങളുണ്ട്. വലിയൊരു കാരണം കമ്മ്യൂണിസ്റ്റാണ്. അതായത് ഇതിന്റെ തുടക്കം സാർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ പ്രദേശങ്ങളൊക്കെ സാർ ഭരണകൂടത്തിന് കീഴിലായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ സാർ ഭരണകൂടത്തോടുള്ള വെറുപ്പ് കാരണത്താലാണ് നമ്മൾ അന്ന് കമ്മ്യൂണിസ്റ്റുകൾക്ക് എല്ലാവരും കൊടുത്തിട്ടില്ല, എന്നാലും ഒരു വിഭാഗം പല ആളുകളും സപ്പോർട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അന്നേ നമ്മളെ പരാജയം തുടങ്ങിയിട്ടുണ്ട്. അതേ അവസ്ഥ തന്നെയാണ് ചൈനയിലുള്ളത്. ചൈനയിൽ കുറേ ഭാഗങ്ങൾ ഇപ്പോൾ തുർക്കിസ്ഥാൻ, ഷർക്കിയ, ഗർബിയ എന്ന് പറഞ്ഞാൽ ഏതാന്ന് പറയുന്നത് സ്വന്തം രാഷ്ട്രമായിരുന്നു. ഏറ്റവും കൂടുതൽ ചൈനക്കും റഷ്യക്കും ഖനിജ വസ്തുക്കൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ തുർക്കിസ്ഥാനാണ്. അതിപ്പോൾ ഒരു ഭാഗം ചൈനൻ്റെ ഭാഗമായി, ഒരു ഭാഗം റഷ്യൻ്റെ ഭാഗമായി. അവിടെയുള്ള റഷ്യൻ്റെ ഭാഗത്തുള്ളവർക്ക് പിന്നെ പായിപ്പെട്ടത് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഉസ്ബെക്കിസ്ഥാനൊക്കെ. അവിടെ ഇപ്പോൾ സ്വാതന്ത്ര്യമുണ്ട്. അതേ സമയത്ത് ചൈനയിൽ ഇന്നും സ്വാതന്ത്ര്യം. സിക്കിയാങ് എന്ന് പറഞ്ഞാൽ തന്നെ പുതിയ സെറ്റിൽമെന്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. പേര് മാറ്റിയതാണ് അവർ. തുർക്കിസ്ഥാൻ എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ അവിടെയുള്ള മുസ്ലിങ്ങൾ സ്വാഭാവികമായി ഇപ്പോഴും കുറച്ച് വീര്യമുള്ള ആളുകളാണ്. കാരണം അവർക്ക് ഓല നാടിനെ പുറത്താക്കിയപ്പോൾ അതിൻ്റെതായ വികാരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഭരണകൂടം അവർക്ക് എതിരെ തന്നെയാണ് എല്ലാ സമയത്തും. അവിടെ സംഘടനകളും പ്രയാസങ്ങളും ഇപ്പോഴും. ഞാൻ പറയട്ടെ, അവിടെ പഠിച്ചൊരു കുട്ടീനോട് പറയുന്നത് ഡോക്ടർ, ഞങ്ങൾ ചെന്ന സമയത്ത് പിന്നെ ഞങ്ങൾ 4-5 പള്ളിയിൽ പോയി. ഇപ്പം എല്ലാ പള്ളിയും പൂട്ടിക്കണം. പള്ളിയിൽ നിസ്കരിക്കുക ജമാഅത്തായിട്ട് പറ്റില്ല, ഒറ്റ നിസ്കരിക്കുക. കൂട്ടായ്മയെ ഭയപ്പെടാണ്. പിന്നെ പഠിക്കണ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ റൂമിൽ വന്നിട്ട് ആൾമറ തുറന്നിട്ട് മുസഹഫ് ഉണ്ടോ എന്ന് പരിശോധിച്ചു. ഇതിപ്പത്തെ കഥ ഒരു 5-6 കൊല്ലം മുമ്പുള്ള ഒരു കുട്ടി അവിടെ പഠിച്ചപ്പോൾ ഞാൻ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ കുട്ടി പറഞ്ഞ ആദ്യം ഞങ്ങൾക്കൊക്കെ സുഖമായിരുന്നു, ഇപ്പോൾ അവിടെ കുറച്ചുകൂടി ഗൗരവമായിരിക്കാണ്. റൂമിൽ വന്നിട്ട് മുസഹഫ് ഉണ്ടോ എന്ന് പരിശോധിച്ചു. ഞാൻ വളരാൻ സാധ്യതയുണ്ട്. സ്പിരിറ്റുള്ള ഇപ്പോഴും പഴയ കമ്മ്യൂണിസം തന്നെ തുടരാണ്. അതുണ്ട്. കാരണം അതിന്റെ ആൾക്കാരാണ് അവിടെ ഉള്ളത്. പിന്നെന്താ പറഞ്ഞാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പം എന്താ പറഞ്ഞാൽ ഡിപ്ലോമാറ്റിക്കൽ ബന്ധം എല്ലാം പരസ്പരം ഇങ്ങനെ ആയപ്പോൾ കൂടുതൽ പണ്ടത്തെമാര് ചെയ്യാൻ കഴിയില്ലോ.
ഒരു നന്നായിട്ട് ചെയ്തതല്ല. അല്ലെങ്കിൽ എങ്ങനെ ഇത്രയും കാലം ഹജ്ജിന് വരാതെ ഈ ചൈനീന്നും റഷ്യന്നും ഇതൊക്കെ ഇപ്പം നമ്മൾ അനുഭവങ്ങളല്ലേ കണ്ടതല്ലേ. അത് അനുവദിച്ചപ്പോൾ 10,000 വരാനും തുടങ്ങി. അപ്പോൾ ഒരു വലിയ മതപീഡനം ഒരു കാലത്ത് നന്നായിട്ട് നടത്തിയിട്ടുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. ഒരുപാട് പണ്ഡിതന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. ഇപ്പൊ സാഹചര്യ സമ്മർദ്ദം മൂലമാണ് ഇതൊക്കെ അനുവദിക്കുന്നത്. അതെ, അതിപ്പോ എന്താന്ന് പറഞ്ഞാൽ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ്ക്കയും ഗോർബച്ചേവ് തുടങ്ങിയതാണ്. ആ ഗ്ലാസ്നോസ്റ്റ് പെരിസ്ട്രോയ്ക്കിന്റെ ഒരു ഗുണവശം എന്ന നിലക്കാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ 1990-91 മുതൽക്ക് എല്ലാ രാഷ്ട്രങ്ങളും ഒക്കെ സബ്മിറ്റ്. ഇപ്പോൾ പഴയ റഷ്യ, അപ്പം അതാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിൽ ഒറിജിനലുള്ളത്. പഴയ റഷ്യ, അവിടെ ആ റഷ്യയിൽ മുസ്ലിംസിന് ഭൂരിപക്ഷമല്ല, അവിടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമാണ്. അത് മുമ്പേ ഇപ്പോൾ മോസ്കോ ഒക്കെ മുമ്പേ മുസ്ലിം ഭരണത്തിൽപ്പെട്ട സ്ഥലമല്ല. അത് അതേമാതിരി പീജിങ്, ചൈനയുടെ ഒരുപാട് ഭാഗങ്ങൾ മുസ്ലിം ഭരണ പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളായിരുന്നു. പക്ഷെ പീജിങ് ഒരു കാലത്ത് മുസ്ലിം ഭരണ പരിധിയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെയാണ്. പിന്നെ നമ്മള് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളുടെ മതവിരുദ്ധത പറയുമ്പോൾ പലപ്പോഴും മലപ്പുറത്തെ കുട്ടികള് കോപ്പി അടിച്ചാണ് ജയിക്കുന്നത്. അത്തരത്തിലുള്ള പല മുതിർന്ന നേതാക്കളുടെ മുഖ്യമന്ത്രിമാരുടെ ഒക്കെ ഇടതു മുഖ്യമന്ത്രിമാരും നേതാക്കളൊക്കെ ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഒരു വർഗീയ പരാമർശങ്ങൾ മലപ്പുറത്തിനോട് അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് നടത്താറുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരുന്ന മലപ്പുറത്ത് സ്ഥാപിച്ചതാകട്ടെ, മലപ്പുറം ജില്ലയുടെ രൂപീകരണം തന്നെ ആവട്ടെ, ഇതൊക്കെ സംഭവിക്കുന്നത് LDFന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിൽ ഒരു സാരഥ്യത്തിൽ ഉണ്ടായിരുന്നപ്പോഴാണല്ലോ എന്നൊരു മറുചോദ്യം അവിടെ പലപ്പോഴും ഉയരാറുണ്ട്. അത് പുസ്തകത്തെ കൃത്യമായി സമർത്ഥിക്കുന്നുണ്ട്. ആ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചുരുക്കി പറയാൻ പറ്റും. അതായത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാര് ഒന്നും ചെയ്തിട്ട് ഞാൻ പറയാൻ. കാരണം എന്താ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, 1967 മുസ്ലിം ലീഗ് ഈ സപ്തകക്ഷി മുന്നണിയിൽ ഒരംഗമാണ്. അപ്പം ആ നിലക്ക് ബാഫക്കി തങ്ങൾ തന്നെയാണ് അതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. അത് എന്തിനു ചെയ്തു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യമല്ല അന്നുള്ളത്. അന്ന് കോൺഗ്രസ്, നമ്മളിപ്പോ പറയാ, കോൺഗ്രസ് മുസ്ലിങ്ങളെ പറ്റ പിന്നോക്കടിപ്പിച്ചിരുന്നു. വളരെ എന്ന് പറഞ്ഞാൽ എന്തിനധികം മലപ്പുറം ജില്ല വരുന്നതിനെതിരെ സമരം നടത്തിയ ആളുകൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്. അതിപ്പോ കോൺഗ്രസ്സുകാർക്ക് പറഞ്ഞാൽ അത് പറ്റൂല. ആ സമരത്തിന് പോയ കോൺഗ്രസ്സുകാർ ഇപ്പൊ ഒന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. എന്നോട് നാളെ ഒരാൾ പറഞ്ഞേ, അപ്പൊ ഞാൻ അങ്ങനെ വെറുതെ വേറെ കാര്യങ്ങൾ ചർച്ച ചെയ്ത്, ഞാനൊക്കെ ഇതിന് മലപ്പുറത്തേക്ക് പിന്നെ സമരം ചെയ്യാൻ പോയി പെട്ട ആളാണല്ലോ, എന്തിന് ജില്ല വരാതെ, അപ്പൊ എന്തിന്, അത് എനിക്കറിയില്ല, എന്നെ കൊണ്ട് കൊണ്ടുപോയതാണ്. അപ്പൊ ആ ഒരു രീതിയിലുള്ളൊരു സമീപനം ഉണ്ടായി. മലപ്പുറത്ത് ഒരു ജില്ല വരിക എന്ന് പറഞ്ഞാൽ എത്രമാത്രം അനിവാര്യമാണ് എന്നിപ്പോ നമുക്ക് ചിന്തിച്ചാൽ അറിയാം. ഇന്നിപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. ജനങ്ങളെ കൊണ്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടും ഭൂവിസ്തൃതി കൊണ്ടും ഒക്കെ വളരെ ഇതാണ്. പക്ഷെ അതിന് ഭയങ്കര എതിര് BJP എന്ന അന്ന് ജനസംഘാണ്. അത് എവിടേക്കോ അതിൻ്റെ ചർച്ചകളെത്തി. എന്തോ ഒരു വലിയ ലോകാവസാനം വരുന്ന ലക്ഷണമായി കണ്ടാണ്. അന്ന് പാട്ട് വരെ ഉണ്ടായിരുന്നു, കേട്ടിടൈ മലപ്പുറത്തൊരു ജില്ല വന്നാൽ പിന്നെ ഹിന്ദു മതം മാറ്റി സർവം തൊപ്പിടിക്കുമെന്ന് എന്നൊക്കെയാണ് അന്നത്തെ പാട്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കമ്മ്യൂണിസ്റ്റുമായിട്ടുള്ള ലീഗിന്റെ സഖ്യത്തിന്റെ വ്യവസ്ഥയിൽ തന്നെ യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ല ഉണ്ട്. ലീഗ് മുന്നോട്ട് വെച്ചതാണ്. അങ്ങനെ ലീഗ് മുന്നോട്ട് വെച്ച് ജില്ല നമുക്ക് ഭരണം കിട്ടി. ഭരണം കിട്ടിയേക്ക് പിന്നെ ബാഫക്കി തങ്ങൾ ഈ ജില്ലന്റെ കാര്യം പറഞ്ഞു. അപ്പൊ തങ്ങള് അക്കാലത്ത് ഇതൊക്കെ ടൈപ്പ് പിടിച്ചിട്ടുണ്ട്, റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ ഇത് EMS സമ്മതിക്കണില്ല. അപ്പോ തങ്ങൾ തന്നെ കേൾപ്പിച്ചു കൊടുത്തു. അപ്പൊ EMS ചോദിച്ച ചോദ്യം എന്താ അറിയോ, ഇപ്പൊ തന്നെ വേണോന്ന്. അപ്പോഴും വൈകിപ്പിക്കാൻ. അതെ, മൂപ്പർക്കും തന്നെ എന്തുണ്ടാവും, ഈ ശത്രുക്കളെ പേടി എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോഴാണ് CH അതിന് മറുപടി ആയിട്ട് പറഞ്ഞത്, ഇപ്പതില്ല എങ്കിൽ ഇറ്റ് ഈസ് നെവർ, ഇപ്പതില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണ്ടാകാൻ പോണില്ല. കടുത്ത വാശി പിടിച്ചിട്ട് അങ്ങനെയാണ് ജില്ല കിട്ടിയിരിക്കുന്നത്. എന്നതുപോലെ യൂണിവേഴ്സിറ്റി തന്നെ ലീഗിന്റെ ഒരു വലിയ ശ്രമഫലമാണ്. അതുകൊണ്ടാണല്ലോ അതിന്റെ ശിലാഫലമൊക്കെ നോക്കിയാൽ കാണാം, ഒക്കെ ഒരു മദ്രസ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പോലെയാണ്. ആരും വന്നിട്ടില്ല, കാര്യമായ ആരും വന്നിട്ടില്ല. അന്ന് മുഖ്യമന്ത്രിയൊക്കെ ഈ ഒരു ലീഗിന്റെ അല്ലെങ്കിൽ സഖ്യത്തിലുള്ള ആളാണ്, ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ ആ നിലക്ക് 67 ഭരണം കൊണ്ട് പ്രത്യേകിച്ചും CH എന്നൊക്കെ പറഞ്ഞാൽ ആ മന്ത്രിസഭയിലെ ഒരു പ്രമുഖ വ്യക്തിത്വം തന്നെ ആയിരുന്നു. അതൊരു വലിയ കാര്യം കിട്ടിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ്, അല്ലാതെ അവർ കൊണ്ടുവന്നതല്ല, നേടിയെടുത്തതാണ്. അതായത് അവർ തരാൻ നിർബന്ധിതരായിരിക്കുകയാണ്. പക്ഷെ അന്ന് വേറൊരാളാണെങ്കിൽ അത് കിട്ടിക്കോണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ അവരെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ പറഞ്ഞില്ല. പക്ഷെ അവരുടേതല്ല, അവരുടെ തലയിൽ നിന്ന് ഉദിച്ചതല്ല. പക്ഷേ ഈ യൂണിവേഴ്സിറ്റി മലപ്പുറം ജില്ല അവരുടെ അക്തിപേരാവകാശം അത് കമ്മ്യൂണിസ്റ്റിന് ഒരിക്കലും ഇല്ല.
അതിപ്പോൾ ഏതുപോലെ എന്നറിയാം, ഓൽക്കേണ്ട ഒരു അവകാശവാദം അലിഗഡ് നമ്മളാണ് കൊടുക്കുന്നത്, അലിഗഡ് ഓഫ് ക്യാമ്പസേ. അത് ഫാത്തിമി പട്ടിക്കാട് വന്നിട്ട് പരസ്യമായിട്ട് പ്രസംഗിച്ചതാ. ഇ അഹമ്മദ് സാഹിബിന് വേണ്ടിയിട്ടാണ് ഞാൻ ജാമിയ സമ്മേളനത്തിൽ ഇ അഹമ്മദ് സാഹിബിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് തുറന്ന് പറഞ്ഞതാ. എന്നിട്ട് പിന്നെ പെരിന്തൽമണ്ണല്ല കൊണ്ടുവന്നത്. അപ്പോൾ ആ ഇലക്ഷനിൽ അവർ നല്ല ഉപയോഗിച്ചേക്കണു. അതായത് കണ്ടോ, അലിഗഡ് ഓഫ് ക്യാമ്പസ് ഞങ്ങളാണ് പെരിന്തൽമണ്ണി കൊണ്ടുവന്നത്, ലീഗുകാർ മലപ്പുറത്ത് കൊണ്ടുവന്ന് ഉദ്ദേശിച്ചതാണ്. അപ്പോൾ അത് കുറച്ച് ആൾക്കാർ അത് വശീകരിക്കുമല്ലോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ സ്ഥലങ്ങൾക്കൊക്കെ വില കൂടും, പോകുന്ന സ്ഥലത്തൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ ചെറിയ വശീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക്. അപ്പോൾ അതൊക്കെ ഓലെ പേരിൽ ഇതാന്നല്ലാതെ അതൊക്കെ കുടുങ്ങിയിട്ട് ചെയ്ത കാര്യങ്ങളാണ്, നിർബന്ധിത സാഹചര്യത്തിൽ ചെയ്യേണ്ടി വന്നതാണ്. പക്ഷെ അന്ന് എന്തായാലും കോൺഗ്രസിനെക്കാളും നമ്മൾക്ക് ആ കാര്യത്തിൽ ജില്ലയുടെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യും കമ്മ്യൂണിസ്റ്റ് ഇടുന്ന സഖ്യകക്ഷി ആയതുകൊണ്ട് അന്ന് കോൺഗ്രസ് ഭയങ്കര എതിരായിരുന്നു. അവര് ആ എതിർത്ത നേതാക്കൾ എപ്പോഴും ഉണ്ട്. അന്ന് എതിർത്ത അന്നത്തെ കുട്ടികളെ ആൾക്കാർ എന്നോട് ഒരാളാണ് പറഞ്ഞതാ, ഞാനതിന് പോയ ആളാണ്, എന്തിനാന്ന് എനിക്കറിയില്ല, ഞാൻ പോയ ആളാണ്. ജില്ല വരരുത് എന്ന് പറഞ്ഞിട്ട്, മനസ്സിലായില്ലേ? അത് ചില ആൾക്കാരുണ്ടാവും റോഡ് വരരുത് എന്നറിയും, റോഡ് വന്ന പോലെക്കാർ ആദ്യമായിട്ട് പോകല് എന്ന് പറഞ്ഞ മാതിരിയാണ്. ജില്ലന്റെ ആനുകൂല്യം എല്ലാവർക്കും കിട്ടുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അത്ര എതിർപ്പുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഓരോ കാര്യത്തിനും അങ്ങനെ തന്നെയാണ്. അപ്പൊ പുസ്തകം പ്രകാശിതായിരിക്കുകയാണ്. അത് ഇനി വായനക്കാർ അതിന്റെ ഉദ്ദേശം സഫലീകരിക്കണമെങ്കിൽ വായനക്കാരിൽ എത്തണം, വായനക്കാർ വായിക്കണം. അപ്പോ ഉസ്താദിന്റെ ഇതിന്റെ ഒരു സതുദ്ദേശം മാത്രല്ല, അത്രയും ഗഹനമായിട്ട് ഉസ്താദിന്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചകളൊക്കെ കൂട്ടിച്ചേർത്ത് എഴുതുന്ന തീർച്ചയായിട്ടും ഒരു പ്രശസ്തമായ പുസ്തകമാണ്. അപ്പോ വായനക്കാരോട്, നമ്മുടെ മലയാളി വായനക്കാരുടെ ഉസ്താദിന് പറയാനുള്ളത് എന്താ? മലയാളി വായനക്കാർ എന്ന് പറഞ്ഞെങ്കിൽ പുസ്തകം വാങ്ങണ കാര്യത്തിലും വായിക്കണ കാര്യത്തിലും നമ്മളിപ്പോ വളരെ പിന്നിലാ. ഇനി ആർക്കെങ്കിലും നമ്മുടെ ഏതെങ്കിലും സഖാവ് വായിച്ചോട്ടെ എന്ന് വിചാരിച്ചു എനിക്ക് വെറുതെ കൊടുത്താൽ 2 അധ്യായം വായിച്ച് കണ്ട് അവിടെ വെക്കും. ഇങ്ങനെ ഒരു അവസ്ഥയാണ്, വായന മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ സർക്കുലേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയണമല്ലോ. അതിപ്പോൾ നമ്മളെ വിദ്യാർത്ഥി സംഘടനയാണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ചില പരിമിതികളൊക്കെ ഉണ്ടാവും. എന്നാലും വിവരങ്ങൾ മെല്ലെ മെല്ലെ എല്ലാവരിലേക്കും എത്തും. പഴയ കാലത്ത് കമ്മ്യൂണിസം വിമർശന പഠനം ഒരുപാട് ആളുകൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു സഖാവിനൊരു ബുക്ക് കൊടുത്തു. ആ ബുക്ക് കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞാൽ നിങ്ങളെ പഴയ പുസ്തകം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്, മനസ്സിലായില്ല. അപ്പോൾ വേണ്ടവർക്ക് വേണ്ടത് കിട്ടും, അതിപ്പോൾ അത്രേ ഉള്ളൂ. അല്ല അതപ്പോൾ നമുക്ക് ലോകത്തെല്ലാവർക്കും കൂടി ഇത് എത്തിക്കണം എന്നുള്ള ലക്ഷ്യമൊന്നും ഇപ്പോൾ നമുക്ക് ഒരു പുസ്തകത്തിന് സാധ്യമല്ലല്ലോ. പിന്നെ ആവശ്യക്കാരായ ആളുകൾ അതിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് അത് തേടി പിടിക്കും. എൻ്റെ പല പുസ്തകങ്ങളും അങ്ങനെ തന്നെയാണ്, തേടി പിടിച്ചെത്തും. അങ്ങനെ പല അനുഭവങ്ങളും നമ്മൾക്കുണ്ട് ആ കാര്യത്തിൽ. ഇപ്പോൾ കമ്മ്യൂണിസം പോലുള്ള വളരെ സങ്കീർണമായിട്ടുള്ളൊരു വിഷയം അവതരിപ്പിക്കുക എന്നതിലുപരി കമ്മ്യൂണിസ്റ്റ് ഭരണം നടന്ന രാഷ്ട്രങ്ങളിലൊക്കെ പോയി കണ്ട ഒരാൾ സ്വന്തം ദൃക്സാക്ഷി വിവരണം പോലെ ഒരു പുസ്തകം രചിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് കമ്മ്യൂണിസം മതവഞ്ചനയുടെ പിന്നാമ്പുറങ്ങൾ എന്ന് പറയുന്ന ഉസ്താദിൻ്റെ ഈ പുതിയ പുസ്തകത്തിലൂടെ വായനക്കാരിലേക്ക് എത്തുന്നത്. ഉസ്താദ് ഇതിൻ്റെ ലക്ഷ്യം സഫലീകരിക്കുമെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മോടൊപ്പം ഇത്രയും നേരം വളരെ കൃത്യമായിട്ടുള്ള മറുപടികളുമായി നമ്മുടെ സംശയങ്ങൾ ദൂരീകരിച്ചെന്ന ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള മറുപടികൾ തന്ന് ഈ തിരക്ക് പിടിച്ച സമയത്തിനിടയിലും പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി എന്ന ഉസ്താദിന് വളരെ ഹാർദമായിട്ടുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.